ഇസ്ലാമിലെ ബഹുഭാര്യത്വം. രചന എം അക്ബർ. ഇസ്ലാമിക നിയമങ്ങൾ പെൺവിരുദ്ധമാണെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നവർ പ്രധാനമായും പ്രതിക്കൂട്ടിൽ നിർത്താറുള്ളത് ബഹുഭാര്യത്വത്തെയാണ്. ഇസ്ലാം അംഗീകരിച്ച ബഹുഭാര്യത്വം മാനവവിരുദ്ധവും പുരുഷ പക്ഷപാതപരവുമാണെന്ന വിമർശനങ്ങളുടെ തട്ടിപ്പ് പരിശോധിക്കപ്പെടുകയാണ് ഈ കൃതിയിൽ. ബഹുഭാര്യത്വം പെൺവിരുദ്ധമാണെന്നും അതിനാൽ മുസ്ലിം വ്യക്തി നിയമമനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങളെ അനുവദിച്ചുകൂടെന്നുമുള്ള വാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട പുസ്തകം ഇസ്ലാമിലെ ബഹുഭാര്യത്വം. ഇസ്ലാമിലെ ബഹുഭാര്യത്വം. രചന എം അക്ബർ. അധ്യായങ്ങളിലൂടെ: 1. മാനവികത എന്ത്? 2. മതങ്ങളിലും സംസ്കാരങ്ങളിലും. 3. അനിവാര്യമായ സാഹചര്യങ്ങൾ. 4. സ്ത്രീ ലൈംഗികോപകരണം മാത്രമോ? 5. അനുവാദത്തിൻ്റെ സാഹചര്യം. 6. ബഹുഭർത്തൃത്വം പരിഹാരമല്ല. 7. ഭാര്യമാരുടെ മനോവ്യഥകൾ. 8. ഇന്ത്യൻ നിയമത്തിൽ മാറ്റം വേണമോ? ഇസ്ലാമിലെ ബഹുഭാര്യത്വം ഓഡിയോ ബുക്ക്. രചന എം അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ഖുർആൻ പാരായണം അഷെയ്ഖ് മിഷാരി റാഷിദ് അൽ ആഫാസി. പ്രസിദ്ധീകരണം ദഅവ ബുക്സ്, കൊച്ചി. അധ്യായം 1. മാനവികത എന്ത്? ലൈംഗികതയുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങൾ രണ്ടാണ്. 1. ലൈംഗികതയുടെ സമ്പൂർത്തീകരണത്തിന് വിവാഹമെന്ന സ്ഥാപനം അനിവാര്യമാണ് എന്ന വീക്ഷണം. അതാവശ്യമില്ലെന്നുള്ള വീക്ഷണമാണ് രണ്ടാമത്തേത്. വിവാഹത്തിൻ്റെ ലക്ഷ്യം മനുഷ്യൻ്റെ അടിസ്ഥാന ചോദനയായ ലൈംഗികതയുടെ സമ്പൂർത്തീകരണമാണ്. ലൈംഗിക പൂർത്തീകരണത്തിൻ്റെ അനുബന്ധമായി വരുന്നതാണ് കുടുംബത്തിൻ്റെ നിലനിൽപ്പ്, സന്താനങ്ങളുടെ വളർച്ച, കുട്ടികളുടെ മുലയൂട്ടൽ തുടങ്ങിയവ. ലൈംഗികത വിവാഹത്തിൽ ഒതുങ്ങി നിൽക്കണമെന്ന ഒന്നാമത്തെ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്നു ഇസ്ലാം. വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ ധാർമ്മിക വിരുദ്ധമാണെന്നും പ്രകൃതി വിരുദ്ധമാണെന്നും മാനവ വിരുദ്ധമാണെന്നും ഇസ്ലാം വിചാരിക്കുന്നു. ഇസ്ലാമിക നിയമങ്ങളുടെ മുഴുവൻ കാതൽ അതാണ്. എന്നാൽ ഇതല്ല ശരിയെന്ന് വാദിക്കുന്നവരുണ്ട്. 1945 വിൽഹം റീഹിന്റെ ദ സെക്ഷൽ റെവല്യൂഷൻ, ലൈംഗിക വിപ്ലവം എന്ന പുസ്തകം പുറത്തുവന്നു. ലൈംഗിക രംഗത്തെ വിപ്ലവം. ആ പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളുണ്ട്. വിവാഹേതര ലൈംഗികതയെ ധാർമ്മികമാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പരിശ്രമിച്ചിട്ടുള്ളത്. വിവാഹം ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് അതിലുള്ളത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഗ്രന്ഥമാണത്. അതിനുശേഷം വിവാഹ ബാഹ്യ ലൈംഗികതയെ വിഗ്രഹവൽക്കരിക്കുന്നതിന് വേണ്ടി ഹ്യൂമനിസ്റ്റുകൾ വ്യാപകമായി പരിശ്രമിച്ചു. സിനിമയും നാടകങ്ങളും സാഹിത്യങ്ങളുമെല്ലാം ഈ ആവശ്യത്തെ മുൻനിർത്തിയുള്ളതായി. യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഹ്യൂമനിസ്റ്റുകൾ തുടങ്ങിവെച്ച സ്വതന്ത്ര ലൈംഗികത എന്ന ആശയം ലോകത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവയിലൂടെ കയറ്റി അയക്കപ്പെട്ടു. വിവാഹമെന്ന കാലഹരണപ്പെട്ട സ്ഥാപനത്തിന്റെ ദംഷ്ടങ്ങളിൽ നിന്ന് സമൂഹത്തെ രക്ഷിച്ചാൽ മാത്രമേ കപട സദാചാരത്തിന്റെ മുഖം മൂടിക്ക് പിന്നിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ലൈംഗിക ദാരിദ്ര്യത്തിന് പരിഹാരം കാണാനാകൂവെന്ന സന്ദേശമാണ് ഇവ ലോകത്തിനു നൽകിയത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെക്കാലമായി യൂറോപ്പിലെ ഹ്യൂമനിസ്റ്റുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ലൈംഗികതയുടെ പ്രത്യയശാസ്ത്രത്തെ മഹത്വവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും ആനുകാലികങ്ങളും ചെയ്തു വരുന്നത്. യൂറോപ്പ് ചവച്ചു തുപ്പിയതിന്റെ മഹത്വം ഉദ്ഘോഷിക്കുവാനാണല്ലോ നമ്മുടെ വിധി. വിവാഹേതര ബന്ധങ്ങൾ കാലാകാലങ്ങളിൽ നിലനിന്നു പോന്നിട്ടുണ്ട്. ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. പക്ഷേ അതിനെ സമൂഹം നോക്കിക്കണ്ടത് ഒരു തിന്മയായിട്ടായിരുന്നു. അതിനെ ധാർമ്മികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളും ധാരാളമായി നടന്നിട്ടുണ്ട്. വിവാഹേതര ലൈംഗികതയുടെ ധാർമ്മികവൽക്കരണം എന്നത് 1940-കൾക്ക് ശേഷം ആധുനിക സമൂഹത്തിന്റെ ജനാധിപത്യ ചുവയുടെ എല്ലാം പ്രതിഫലനമായി പൊതുവെ പരിചയപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. വിക്ടോറിയൻ സദാചാര സങ്കല്പങ്ങളെ വെല്ലുവിളിച്ചതെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ ലൈംഗിക വിപ്ലവത്തിന്റെ ആകെത്തുക വിവാഹേതര ബന്ധങ്ങൾ അധാർമികമല്ലെന്ന ആശയത്തിന്റെ പ്രയോഗവൽക്കരണമാണ്. അതിപ്പോഴെത്തി നിൽക്കുന്നത് വിവാഹേതര ബന്ധങ്ങൾ മാത്രമല്ല, സ്വവർഗരതി അടക്കമുള്ള ലൈംഗിക വ്യതിയാനങ്ങളായി ഇതുവരെ കരുതിപ്പോന്ന കാര്യങ്ങളെല്ലാം അനുവദിക്കപ്പെടേണ്ടതാണെന്ന ഇടത്താണ്. ഇണകൾക്ക് തൃപ്തി നൽകുന്ന ലൈംഗിക ബന്ധങ്ങളെല്ലാം ശരിയാണ്, നന്മയാണ്. വിവാഹേതര ബന്ധങ്ങളാവാം.
സ്ത്രീയും സുഹൃത്തും തമ്മിലുള്ള ലെസ്ബിയൻ ലൈംഗിക ബന്ധങ്ങളാകാം, പുരുഷനും പുരുഷനും തമ്മിലുള്ള സഡോമി ആകാം, ഗ്രൂപ്പ് സെക്സിനെ പോലെയുള്ള ലൈംഗിക വൈകൃതങ്ങളാകാം. ഇതെല്ലാം അനുവദിക്കപ്പെടണമെന്നും ധാർമ്മികമായി പരിഗണിക്കപ്പെടണമെന്നുമാണ് വാദം. ഇസ്ലാം ഇതിനെതിരെ നിൽക്കുന്നു. ഇസ്ലാം ലൈംഗികതയുടെ പൂർത്തീകരണം നിയമപരമായി ഇണകളായി കഴിഞ്ഞവർ തമ്മിലുള്ള ബന്ധത്തിലൂടെ മാത്രമേ ആകാൻ പാടുള്ളൂവെന്ന് നിഷ്കർഷിക്കുന്നു. ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം പറയുന്ന ബഹുഭാര്യത്വം പ്രകൃതിപരമാണോ അല്ലേ എന്ന പ്രശ്നം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. ബഹുഭാര്യത്വം എക്കാലത്തും നിലനിന്നിരുന്നുവെന്നതാണത്. പ്രസിദ്ധ അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റായ ജോർജ് പീറ്റർ മാഡോക്ക് 1170 നാഗരികതകളെക്കുറിച്ച് പഠിച്ച് ആ നാഗരികതകളിൽ നിലനിന്ന വിവാഹ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രാഫ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ കാണുന്ന വസ്തുത ബഹുഭൂരിപക്ഷം സമൂഹങ്ങളിലും നാഗരികതകളിലും ബഹുഭാര്യത്വം നിലനിന്നിരുന്നു എന്നതാണ്. മൊത്തം 1170 നാഗരികതകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ബഹുഭർത്തൃത്വം പേരിനെങ്കിലും നിലനിന്നിരുന്നതെന്നാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഏകഭാര്യത്വം നിലനിന്ന സമൂഹത്തെക്കാൾ എത്രയോ ഇരട്ടി സമൂഹങ്ങളിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ഇത് നമുക്ക് നൽകുന്ന ഒരു അറിവുണ്ട്. ആ അറിവിനോട് സൃഷ്ടിപരമായി പ്രതികരിക്കുവാൻ നമുക്ക് കഴിയണം. ഇസ്ലാം പറയുന്നു എന്നതുകൊണ്ട് ആ അറിവിനെ പ്രാകൃതവൽക്കരിക്കാൻ നാം ശ്രമിച്ചുകൂടാ. ബുദ്ധിജീവികൾ സത്യസന്ധരാണെങ്കിൽ ഈ അറിവുമായി സത്യസന്ധമായി സംവദിക്കേണ്ടതുണ്ട്. ലൈംഗികതയെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഈ പഠനങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം എന്നാണ് ഇസ്ലാമിന്റെ വിമർശകരോട് സൂചിപ്പിക്കാനുള്ളത്. ലൈംഗിക പഠന രംഗത്ത് ഏറ്റവും അധികം അംഗീകരിക്കപ്പെടുന്ന മാസ്റ്റേഴ്സ് ആൻഡ് ജോൺസന്റെ ഹ്യൂമൻ സെക്ഷൽ റെസ്പോൺസ് എന്ന കേസ് സ്റ്റഡികളാവട്ടെ, ഹൗലോക്ക് എല്ലിസിന്റെ സ്റ്റഡീസ് ഇൻ ദ സൈക്കോളജി ഓഫ് സെക്സ് എന്ന ഗവേഷണമാവട്ടെ, ആൽഫ്രഡ് കിൻസയുടെ ദ കിൻസെ റിപ്പോർട്ടുകളാവട്ടെ, പഠന വിധേയമാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സത്യമുണ്ട്. പുരുഷന്മാരിൽ ചിലർക്കെങ്കിലും അവരുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബഹുഭാര്യത്വം എന്നതാണത്. ഇതൊരു കേവലവാദമല്ല. ലോകത്തുടനീളം നിലനിൽക്കുന്ന വ്യഭിചാരത്തിന്റെ വ്യാപനം തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നു. കേരളത്തിൽ തന്നെ നടന്ന പഠനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സെക്സ് വർക്കേഴ്സിന്റെ അടുത്തു പോകുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും വിവാഹിതരാണ് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടെന്ന് പഠിക്കാൻ നാം സന്നദ്ധരാവണം. മാക്സിന് ജെന്നി എന്ന ഭാര്യയെ കൂടാതെ ഹെലന എന്ന വെപ്പാട്ടിയും ഉണ്ടായിരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭൗതികവാദത്തിന്റെ എക്കാലത്തെയും വലിയ ധിഷണാശാലിയായി അറിയപ്പെടുന്ന റസലിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഇവർക്ക് പുറമെ മറ്റു പല സ്ത്രീകളുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. പുത്രന്റെ ഭാര്യയടക്കമുള്ളവരുമായി പോലും അവിഹിത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്തുകൊണ്ടായിരുന്നു ഇതെന്ന് പഠിക്കുവാൻ റസലിന്റെ അനുയായികളെന്ന് അഭിമാനിക്കുന്ന യുക്തിവാദികളെങ്കിലും സന്നദ്ധമാകണം. പുരുഷ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബഹുഭാര്യത്വം എന്നത് പ്രകൃതിപരമാണ്. ചില പുരുഷന്മാർക്കെങ്കിലും അത് അനിവാര്യമാണ്. അതല്ലെങ്കിൽ അധാർമികതയിലേക്ക് അവർ പോകേണ്ടി വരും. വിവാഹേതര ബന്ധങ്ങളിൽ അവർ അഭയം കണ്ടെത്തേണ്ടി വരുമെന്ന് ഈ വിഷയത്തെ ശാസ്ത്രീയമായി പഠിച്ചവരെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിൽ ഇനിയും സംശയമുള്ളവർ മേരിലാൻഡിലെ കിൻസെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതിയാവും. kinseyinstitute.com എന്ന വെബ് അഡ്രസ്സിൽ ഈ പഠനങ്ങൾ കാണാം. പ്രകൃതിപരമായ മനുഷ്യന്റെ ഈ ഒരു അവസ്ഥയെ സൃഷ്ടിപരമായി നോക്കിക്കാണുകയും കൃത്യമായ നിയമങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ നിയന്ത്രിക്കുകയുമാണ് ഇസ്ലാം ചെയ്യുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന സമയത്ത് മക്കയിൽ ഭാര്യമാരുടെ എണ്ണത്തിന് ഒരു പരിധി ഉണ്ടായിരുന്നില്ല. അവരുടെ ലൈംഗിക ജീവിതം വളരെ കുത്തഴിഞ്ഞതായിരുന്നു. ഭാര്യമാർ അവരുടെ ആഭിജാത്യത്തിന്റെ അടയാളമായിരുന്നു. ലൈംഗികത എന്നത് അവർക്ക് എപ്പോഴുമുള്ള ഒരു ഏർപ്പാടായിരുന്നു. ഭാര്യമാരുടെ എണ്ണത്തിന് പരിധി ഉണ്ടായിരുന്നില്ല. ഇസ്ലാം അതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. 4 വരെയേ ഭാര്യമാരാകാവൂ എന്ന് പഠിപ്പിച്ചു. ലൈംഗിക സമ്പൂർത്തീകരണത്തിനും സംതൃപ്തിക്കും ഇസ്ലാം അനുവദിച്ചു. ഒപ്പം തന്നെ കൃത്യമായ കൽപ്പന പുറപ്പെടുവിച്ചു. നിയമപരമായി ഇണകളായി തീർന്നവരുമായിട്ടല്ലാതെ ലൈംഗിക ബന്ധം പാടില്ല. അതോടൊപ്പം തന്നെ ഭാര്യമാർ തമ്മിൽ നീതിയോടുകൂടി പെരുമാറണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. അവരോട് അനീതി കാണിക്കാതിരിക്കുക. ഇസ്ലാം ബഹുഭാര്യത്വത്തെ നിയമമാക്കുന്നത് ഇങ്ങനെയാണ്. ആ നിയമമാവട്ടെ തികച്ചും പ്രകൃതിപരമാണ്, മാനവികമാണ്, സ്ത്രീവിരുദ്ധമല്ല. അത് യഥാർത്ഥത്തിൽ എല്ലാ സമൂഹങ്ങളിലും നിലനിന്നു പോന്നതാണ്. പഠനങ്ങൾ അത് പ്രകൃതിപരമാണെന്ന വസ്തുത വ്യക്തമാക്കുന്നുമുണ്ട്. പുരുഷ ലൈംഗികതയുടെ സമ്പൂർത്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആധുനിക സാമൂഹിക വ്യവസ്ഥ തന്നെ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പരസ്യങ്ങൾ മുതൽ ഓഫീസ് ജീവനക്കാരികളുടെ വസ്ത്രങ്ങൾ വരെ ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തയ്യാറാക്കപ്പെടുന്നത്.
ഇഷ്ടമുള്ള ജോലി നേടാനും ഇഷ്ടമില്ലാത്ത ജോലി മാറാനുമുള്ള മാതൃഭൂമി തൊഴിൽ വാർത്താ പരസ്യം മാത്രം മതി ഇതിന്റെ ഉദാഹരണമായി. വിവാഹേതര ലൈംഗികതയെ പാപമായി കാണാതിരിക്കുന്ന തലത്തിലേക്ക് മലയാളി മനസ്സിനെ നയിച്ചുകൊണ്ടു പോവുക എന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നതും ഇസ്ലാമിക നിയമങ്ങളെ വികൃതവൽക്കരിച്ച് അവതരിപ്പിക്കുവാനായി കിട്ടാവുന്ന സകലരെയും ഉപയോഗപ്പെടുത്തി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണെന്നത് യാദൃച്ഛികതയൊന്നുമല്ല. ഇത് മൂന്നും യോജിക്കുന്നത് ഒരേയൊരു ബിന്ദുവിലാണ്. പുരുഷന്റെ അതിരില്ലാത്ത ലൈംഗിക സുഖത്തിന് പറ്റിയ രൂപത്തിലുള്ള സാമൂഹിക ക്രമത്തിന്റെ സൃഷ്ടി എന്ന ബിന്ദുവിൽ. പുരുഷന് എപ്പോഴും ഏത് സമയത്തും എങ്ങനെയും ലൈംഗികത ആസ്വദിക്കാവുന്ന പരുവത്തിലുള്ള സാമൂഹ്യ സൃഷ്ടി. അവിടെ വിവാഹേതര ബന്ധങ്ങൾ വിലക്കപ്പെടേണ്ട തെറ്റൊന്നുമല്ല. അത് വ്യത്യസ്തമായ പേരുകളിൽ ന്യായീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിയമവിരുദ്ധമായ ലൈംഗിക ബന്ധങ്ങൾ അതിന് ഏത് പേരിട്ട് വിളിച്ചാലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല, വെറുക്കുന്നു. ഇസ്ലാമികമായ ഭരണക്രമം നിലനിൽക്കുന്ന രാഷ്ട്രത്തിലാണെങ്കിൽ വ്യഭിചരിച്ചവർക്ക് 4 ദൃക്സാക്ഷികളുടെ സമ്മതം കൊണ്ട് കുറ്റം തെളിഞ്ഞാൽ വിവാഹിതരല്ലെങ്കിൽ 100 അടിയും, വിവാഹിതരെങ്കിൽ മരണം വരെ കല്ലേറും ലഭിക്കും. വ്യഭിചാരത്തെ ഇസ്ലാം എത്രമാത്രം വെറുക്കുന്നുവെന്ന് ഈ ശിക്ഷകൾ വ്യക്തമാക്കുന്നു. സമൂഹത്തിന്റെ അടിസ്ഥാന സ്ഥാപനമായ കുടുംബത്തിന്റെ തകർച്ചയ്ക്കും അതുവഴി ധാർമ്മിക തകർച്ചയ്ക്കും വ്യഭിചാരം നിമിത്തമാവുമെന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണം. അതുകൊണ്ട് തന്നെ സദാചാരനിഷ്ഠമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു ദർശനത്തിന് അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ ആവശ്യമായ നിയമങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. അതോടൊപ്പം മനുഷ്യപ്രകൃതിക്ക് ഇണങ്ങുന്ന നിയമങ്ങളിൽ വികാരപൂർത്തീകരണമെന്ന ജൈവികാവശ്യം നിർവഹിക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാവുകയും വേണം. ഇവിടെയാണ് ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചതിലെ യുക്തി മനസ്സിലാക്കാനാവുന്നത്. ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചുവെന്ന് പറയുന്നതിനേക്കാൾ ശരിയാവുക നിയമപരമായി ഇണകളായി തീർന്നവർ തമ്മിലുള്ളതല്ലാതെയുള്ള ലൈംഗികതയെ നിരോധിക്കുകയും പെണ്ണിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ സന്നദ്ധതയുള്ളവരെന്ന് സ്വയം പ്രഖ്യാപിച്ച് അവളെ പരസ്യമായി സ്വീകരിക്കുന്നവരുമായി മാത്രം ബന്ധപ്പെടണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നതാവും. ഇക്കാര്യത്തിൽ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നവർ ഒന്നിലധികം പേരുമായി ബന്ധപ്പെടാനുള്ള വ്യക്തിയുടെ അവകാശം അംഗീകരിച്ചു കൊടുക്കണമെന്നും എന്നാൽ ഒന്നിലധികം വിവാഹം പാടില്ലെന്ന് പറയുന്നവരുമാണ്. 2 പേർക്കും സമ്മതമാണെങ്കിൽ വിവാഹിതരുമായോ അല്ലാത്തവരുമായോ ബന്ധപ്പെടുവാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും പ്രലോഭനമോ പീഡനമോ കൂടാതെയാണ് പ്രസ്തുത ബന്ധം നടക്കുന്നതെങ്കിൽ അതിലിടപെടുവാൻ നിയമത്തിന് കഴിയില്ലെന്നുമാണ് ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ ഭരണഘടനയുടെ എല്ലാം നിലപാട്. ഇന്ത്യൻ ഭരണഘടനയും ഇതിന് അപവാദമല്ല. എത്ര പേരുമായും ശാരീരികമായി ബന്ധപ്പെടാം, എന്നാൽ അവരെ നിയമാനുസൃതമായ ഇണയാക്കി തീർക്കുവാൻ പാടില്ലെന്ന നിലപാട് മാനവികവും ജനാധിപത്യപരവുമാണെന്ന് കൊട്ടിഘോഷിക്കുന്നവരാണ് ഒന്നിലധികം സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട അനിവാര്യമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിവാഹത്തിലൂടെ മാത്രമേ പാടുള്ളൂവെന്നും 4ലധികം പേരെ വിവാഹം ചെയ്യാൻ പാടില്ലെന്നും നിഷ്കർഷിക്കുന്ന ഇസ്ലാമിനു നേരെ വാളോങ്ങുന്നതെന്ന വസ്തുത എത്രമാത്രം വലിയ വിരോധാഭാസമല്ല. ഒന്നിലധികം സ്ത്രീകളെ ഇണകളാക്കേണ്ടി വരുന്നത് ചില പുരുഷന്മാർക്കെങ്കിലും പ്രകൃതിപരമാണെന്ന് വസ്തുതയുടെ വെളിച്ചത്തിൽ അത് അനുവദിക്കുകയും ഇണകളോട് നീതിപൂർവം പെരുമാറണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്ത ഇസ്ലാമിന്റെ നിലപാട് തന്നെയാണ് ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും മാനവികമായ നിലപാടെന്ന വസ്തുത സത്യസന്ധമായി വിഷയത്തെ അപഗ്രഥിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. അധ്യായം 2 മതങ്ങളിലും സംസ്കാരങ്ങളിലും. ബഹുഭാര്യത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അത് ഖുർആനോ ഇസ്ലാമോ കൊണ്ടുവന്ന ഒരു സമ്പ്രദായമല്ലെന്ന വസ്തുതയാണ്. പൗരാണിക സമൂഹങ്ങളിലെല്ലാം ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന മെഡോക്കിന്റെ പഠനങ്ങളെപ്പറ്റി കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പുരാതന സംസ്കാരങ്ങളിൽ പൊതുവായി കാണപ്പെട്ടിരുന്ന ഒരു സമ്പ്രദായമാണത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എഴുതുന്നത് കാണുക. പൗരാണിക നാഗരികതയിൽ അധിക സമൂഹങ്ങളിലും ബഹുഭാര്യത്വമോ വെപ്പാട്ടികളെ ഉപയോഗിക്കുന്ന സമ്പ്രദായമോ നിലനിന്നതായി കാണാൻ കഴിയും. നിയമാനുസൃതമായ ഭാര്യയ്ക്ക് പുറമെ അനവധി സ്ത്രീകളെ വെച്ചുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്ന ചൈനയിൽ അത് സദാചാരത്തിനോ മാന്യതയ്ക്കോ വിരുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. വെപ്പാട്ടിമാരെ ഉപയോഗിക്കുന്ന സമ്പ്രദായം ജപ്പാനിൽ 1880 വരെ നിലനിന്നിരുന്നു. പുരാതന ഈജിപ്തിൽ ബഹുഭാര്യത്വത്തിന് അനുമതിയുണ്ടായിരുന്നുവെങ്കിലും അത് സർവ്വസാധാരണമായിരുന്നില്ല.
രാജാക്കന്മാർക്കിടയിൽ അത് പതിവായിരുന്നു താനും. 18-ാം വോള്യം 188-ാം പേജ്. റോമക്കാർക്കിടയിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒഴിച്ച് എല്ലാ പൗരാണിക സമൂഹങ്ങളിലും ബഹുഭാര്യത്വം സാർവത്രികമായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മധ്യാഫ്രിക്കയിലും ഓസ്ട്രേലിയയിലുമുള്ള ചില സമൂഹങ്ങളിൽ ധനികരായവർ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളെ ഭാര്യമാരാക്കാൻ മത്സരിച്ചിരുന്നുവത്രേ. അവിടങ്ങളിലെ യുവാക്കൾ ഇക്കാരണത്താൽ വിവാഹം ചെയ്യാനാവാതെ പ്രയാസപ്പെട്ടിരുന്നുവെന്നും പിതാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പത്നിമാരെ വിവാഹം കഴിക്കുകയായിരുന്നു പലരും ചെയ്തിരുന്നതെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിംബാബ്വേയിലെ മോണാമറ്റാവോ രാജാക്കന്മാർക്ക് 3000-ഓളം ഭാര്യമാരുണ്ടായിരുന്നുവത്രേ. സൈരയിലെ ബക്കുബ, ബഗേത്തെ വർഗങ്ങളുടെ തലവന്മാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നത് എന്നാണ് ഗിന്നസ് ബുക്കിന്റെ വിലയിരുത്തൽ. അവർക്ക് 100 കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നുവത്രേ. ബൈബിൾ പഴയ നിയമത്തിലെ പല പ്രവാചകന്മാർക്കും 1-ലധികം ഭാര്യമാരുണ്ടായിരുന്നു. യഹൂദ സമുദായത്തിന്റെ ആദർശ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അബ്രഹാമിന് സാറായി, ഹാഗാർ എന്നീ 2 ഭാര്യമാരുണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ വ്യക്തമാക്കുന്നു. സാറായുടെ മരണശേഷം അദ്ദേഹം കെതൂറ എന്നവളെയും വിവാഹം കഴിച്ചുവെന്നും ഇതുകൂടാതെ അനേകം ഉപഭാര്യമാരും അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും ബൈബിളിൽ കാണാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. ഇസ്രയേൽ ഗോത്രത്തിന്റെ പിതാവായിരുന്ന യാക്കോബിന് ലേയ, ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 21-ാം വചനം. ലാബാൻ 29-ാം അധ്യായം 29-ാം വചനം. ബിൽഹ 30-ാം അധ്യായം 4-ാം വചനം. സിൽവ 30-ാം അധ്യായം 9-ാം വചനം എന്നീ 4 ഭാര്യമാരുണ്ടായിരുന്നു. സങ്കീർത്തന കർത്താവായി അറിയപ്പെടുന്ന ദാവീദിനാവട്ടെ മീക്കൽ 1 ശാമുവേൽ 18-ാം അധ്യായം 28-ാം വചനം. ബത്ശേബ 2 ശാമുവേൽ 11-ാം അധ്യായം 27-ാം വചനം. അബീനോവം 2 ശാമുവേൽ 3-ാം അധ്യായം 3-ാം വചനം. അബീഗായാൽ, മാക്കിയ്, ഹഗീത്തി, അബീത്താൽ, എഗ്ഗായി 2 ശാമുവേൽ 3-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വചനങ്ങൾ തുടങ്ങി അനേകം ഭാര്യമാരുണ്ടായിരുന്നതായി കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ പുത്രനും സുഭാഷിതങ്ങളുടെ കർത്താവുമായ സോളമനാകട്ടെ 700 ഭാര്യമാരും 300 ഉപഭാര്യമാരും ഉണ്ടായിരുന്നുവത്രേ. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 3-ാം വചനം. പലരുടെയും മഹത്വമായി പഴയ നിയമം പറയുന്നത് തന്നെ അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നുവെന്നാണ്. 1 ദിനവൃത്താന്തം 7-ാം അധ്യായം 3-ാം വചനം. പഴയ നിയമകാലത്ത് ബഹുഭാര്യത്വം സർവ്വസാധാരണമായിരുന്നുവെന്നാണല്ലോ ഇവ കാണിക്കുന്നത്. യഹൂദ മതത്തിന്റെ തുടർച്ചയായി വന്ന ക്രിസ്തുമതവും ബഹുഭാര്യത്വം നിഷിദ്ധമാണെന്ന് വിധിച്ചതായി ആദ്യകാല രേഖകളിലൊന്നും കാണുന്നില്ല. സുവിശേഷങ്ങളിലോ പ്രവൃത്തി പുസ്തകത്തിലോ വെളിപാട് പുസ്തകത്തിലോ അജപാലക ലേഖനങ്ങളിലോ പൗലോസിന്റെ എഴുത്തുകളിൽ പോലുമോ ബഹുഭാര്യത്വത്തെ നിരോധിക്കുന്ന ഒരു വചനം പോലും കാണാൻ കഴിയില്ല. എന്നാൽ പൗലോസിന്റെ ലേഖനങ്ങളിൽ പൊതുവെ വിവാഹത്തെ തന്നെ പ്രോത്സാഹിപ്പിക്കാത്ത നിലപാടാണുള്ളത്. വിവാഹം കഴിക്കാതിരിക്കുന്നുവെങ്കിൽ ഏറെ നല്ലത് 1 കൊരിന്ത്യർ പുസ്തകത്തിൽ 7-ാം അധ്യായം 38-ാം വചനം എന്ന് പഠിപ്പിച്ച പൗലോസിന്റെ അനുയായികൾ സന്യാസത്തിന് പ്രേരിപ്പിക്കുകയും അത് സാധ്യമല്ലാത്തവർ ഒരൊറ്റ ഭാര്യയെ മാത്രം വേൽക്കട്ടെ എന്ന തത്വത്തിലെത്തിച്ചേരുകയുമാണ് ഉണ്ടായത്. യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ വചനങ്ങളിൽ എവിടെയെങ്കിലും ബഹുഭാര്യത്വത്തെ നിരോധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അദ്ദേഹം വിവാഹിതനായതായി ബൈബിളിൽ ഒരിടത്തുമില്ല. എന്നാൽ അന്ന് നിലനിന്നിരുന്ന ബഹുഭാര്യത്വം എന്ന സമ്പ്രദായത്തെ നിരോധിക്കുകയോ നിഷേധിക്കുകയോ വിമർശിക്കുകയോ എതിർക്കുകയോ ചെയ്തതായി പുതിയ നിയമത്തിൽ എവിടെയും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ബൈബിളിൽ തന്നെയുള്ള യേശുവിന്റെ ചില ഉപമകളിൽ ബഹുഭാര്യത്വം കടന്നു വരുന്നുണ്ട്. ഉപമാലങ്കാരങ്ങളാൽ സമൃദ്ധമാണല്ലോ സുവിശേഷങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിൽ 10 കന്യകമാരുടെ ഉപമയുണ്ട്. ഒരൊറ്റ മണവാളനെ കാത്തു നിൽക്കുന്ന 10 കന്യകമാർ. അവിടെ ഈ കന്യകമാരെ കുറിച്ച് പറയുമ്പോൾ ബഹുഭാര്യത്വം ശരിയല്ലെന്ന സൂചന പോലും യേശു നൽകുന്നില്ല. മത്തായിയുടെ സുവിശേഷം നോക്കുക. മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. പൗലോസ് വിവാഹവിരുദ്ധനും സ്ത്രീവിരുദ്ധനുമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലും ബഹുഭാര്യത്വത്തെ നേർക്കുനേരെ വിമർശിക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല യേശുക്രിസ്തു വിവാഹിതനായിരുന്നെന്നും 1-ലധികം സ്ത്രീകളുടെ ഭർത്താവായിരുന്നുവെന്നും ബൈബിളിന്റെ വെളിച്ചത്തിൽ വാദിച്ചവരുമുണ്ടായിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം മഗ്ദലന മറിയം, സലോമി തുടങ്ങിയ സ്ത്രീകൾക്കാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതെന്നും തന്റെ അപ്പോസ്തലന്മാരെക്കാൾ അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നത് ഈ സ്ത്രീകളോടായിരുന്നുവെന്നുമാണ് ഇത് കാണിക്കുന്നതെന്നും അവർ യേശുവിന്റെ ഭാര്യമാരായിരിക്കാനാണ് സാധ്യതയെന്നുമാണ് അവർ സമർത്ഥിച്ചത്. ആദ്യകാലത്ത് ബഹുഭാര്യത്വം അനുവദനീയമാണെന്ന് തന്നെയായിരുന്നു ക്രൈസ്തവ വീക്ഷണം. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്.
ബഹുഭാര്യത്വം മധ്യകാലത്ത് ക്രൈസ്തവ സഭയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. നിയമാനുസൃതമായി അത് നിലനിന്നിരുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ നടുവിൽ വരെ മതവും രാജ്യവും അനുവദിച്ചതിനാൽ നിയമാനുസൃതമായി തന്നെ പലയിടങ്ങളിലും അത് നിലനിന്നിരുന്നു. 14-ാം വോള്യം 950 പേജ്. ക്രൈസ്തവർക്കിടയിൽ ബഹുഭാര്യത്വത്തിന് അനുകൂലവും പ്രതികൂലവുമായ വീക്ഷണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവർക്കിടയിൽ ഇന്ന് നിലനിൽക്കുന്ന വ്യത്യസ്ത സംഘടനകൾ, പാശ്ചാത്യർക്കിടയിലുള്ള സംഘടനകൾ, ബഹുഭാര്യത്വമാണ് പാശ്ചാത്യ സമൂഹം അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന ധാർമ്മിക ച്യുതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരേയൊരു മാർഗമെന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇക്കാര്യം ആർക്കും പരിശോധിക്കാൻ കഴിയും. christianpolygamy.com എന്ന വെബ് അഡ്രസ്സിലോ അല്ലെങ്കിൽ christianpolygamy.info എന്ന അഡ്രസ്സിലോ അതല്ലെങ്കിൽ lovenotforce.com എന്ന വിലാസത്തിലോ സെർച്ച് ചെയ്താൽ ഈ രംഗത്തെ പഠനങ്ങൾ കാണാൻ കഴിയും. അമേരിക്കയിൽ ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. നിയമപരമായി ഒന്നിലധികം ഭാര്യമാരെ വെക്കാൻ അവർക്ക് പാടില്ല. ക്രൈസ്തവർക്ക് ഒന്നിലധികം ഭാര്യമാരെ വെക്കുവാൻ അനുവാദം വേണമെന്ന് പറഞ്ഞു പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ. ധാർമ്മികത നിലനിർത്താൻ ബഹുഭാര്യത്വം അനുവദിക്കണമെന്നാണ് അവരുടെ വാദം. ക്രൈസ്തവർക്കിടയിൽ നിന്ന് ഉണ്ടായി വന്ന മറ്റൊരു വിഭാഗമാണ് ഫണ്ടമെന്റലിസ്റ്റ് ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിന്റ്സ് അഥവാ മോർമോണുകൾ. ഇവർ ബഹുഭാര്യത്വത്തെ അംഗീകരിക്കുകയും അനുവദിക്കുകയും ചെയ്തു. 1800-കൾ വരെ അവർക്കിടയിൽ ബഹുഭാര്യത്വം സാർവത്രികമായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിലെ യൂറ്റാ സ്റ്റേറ്റിലുള്ള മോർമോണുകൾക്കിടയിൽ. ഇപ്പോൾ നിയമം മൂലം നിരോധിക്കപ്പെട്ടതുകൊണ്ട് സ്വകാര്യമായി ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടുകയാണ് ഇവർ ചെയ്യുന്നത്. ഒന്നിലധികം ഭാര്യമാരുള്ള 20,000-ഓളം കുടുംബങ്ങൾ ഇന്ന് അവർക്കിടയിലുണ്ട്. ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന വസ്തുതകളോട് സൃഷ്ടിപരമായി പ്രതികരിക്കാൻ ബുദ്ധിജീവികൾ സന്നദ്ധമാകണം. ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിലാണെങ്കിൽ ഭാര്യമാരുടെ എണ്ണം ഒരു മഹത്വമായി നിശ്ചയിക്കപ്പെടുകയും നിർണയിക്കപ്പെടുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ഋഗ്വേദത്തിലെ പ്രധാന ദേവനായ ഇന്ദ്രന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാവുന്നത്. ഇന്ദ്രപത്നിമാരിൽ പ്രധാനിയായിരുന്ന ഇന്ദ്രാണിയുടേതായ ഒരു സൂക്തമുണ്ട്. ഋഗ്വേദം 10-ാം മണ്ഡലം 17-ാം സൂക്തം. പ്രസ്തുത സൂക്തത്തിലെ പ്രധാന പ്രതിപാദ്യം സപത്നി മർദ്ദനത്തിനുള്ള മന്ത്രമാണ്. സപത്നിയോട് രാജാവിനുള്ള പ്രേമം നശിപ്പിച്ച് തന്നിലേക്ക് ആകർഷിക്കാനുള്ള മന്ത്രമാണത്. ഇതിൽ നിന്ന് വേദകാലത്ത് ബഹുഭാര്യത്വം സാർവത്രികമായിരുന്നുവെന്ന് മനസ്സിലാക്കാനാവും. ഇതിഹാസങ്ങളുടെ കാലമായപ്പോഴേക്കും ബഹുഭാര്യത്വം സമൂഹത്തിന്റെ പൂർണ്ണമായ അംഗീകാരത്തോടെ വ്യാപകമായി നിലനിന്നിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീകൃഷ്ണൻ ഇന്ത്യയിൽ ഏറ്റവും അധികം ആരാധിക്കപ്പെട്ട ദേവനാണ്. അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് തന്നെ 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്നതാണ്. അത് സാങ്കല്പികമാണോ അതല്ല ഉപമാലങ്കാരമാണോ എന്നത് വേറെ പ്രശ്നം. രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, ചിത്രവന്ത, സരസ്വതി, കൈകേയി, ലക്ഷ്മണ തുടങ്ങിയ 8 പേരും നരകാസുരന്റെ 16,000 പുത്രിമാരുമായിരുന്നു ശ്രീകൃഷ്ണ ഭാര്യമാർ എന്നാണ് പുരാണങ്ങളിലുള്ളത്. ഒരു ഉപമാകഥ മാത്രമാണ് ശ്രീകൃഷ്ണ വിവാഹങ്ങൾ എന്ന വാദം ശരിയല്ലെന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. കേവലം ഒരു കഥ മാത്രമാണിതെന്ന് വന്നാൽ പോലും ഇന്ത്യൻ മനസ്സിൽ അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ എണ്ണം ഒരു ബഹുമാനമായി ഈ വിഗ്രഹവൽക്കരണം എന്ന നിലയ്ക്ക് നിലനിന്നിരുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. ശ്രീരാമന്റെ പിതാവിന് കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 ഭാര്യമാരുണ്ടായിരുന്നതായി നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. പിന്നീട് മറ്റെല്ലാ നിയമങ്ങളെയും പോലെ ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വർണ്ണാശ്രമ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായി തീർന്നു. അപ്പോൾ ബ്രാഹ്മണന് ഭാര്യമാർ കൂടുതലാകാം, ക്ഷത്രിയൻ അത്ര പാടില്ല, വൈശ്യന് അത്ര പാടില്ല, ശൂദ്രന് സ്വന്തം ജാതിയിൽപ്പെട്ട ഭാര്യമാരെ മാത്രമേ പറ്റൂ എന്നെല്ലാമുള്ള നിയമങ്ങൾ വന്നു. യാജ്ഞവൽക്യ സ്മൃതിയുടെ നിയമം കാണുക. തിസോ വർണ്ണാനുപൂർവേണതോ തഥൈകാ യഥാക്രമം ബ്രാഹ്മണ ക്ഷത്രിയ വിഷാം ഭാര്യ സ്വാശൂദ്രജന്മന. യാജ്ഞവൽക്യ സ്മൃതി 1-ാം അധ്യായം 57-ാം ശ്ലോകം. വർണ്ണക്രമം അനുസരിച്ച് ബ്രാഹ്മണന് 3, ക്ഷത്രിയന് 2, വൈശ്യന് 1 ഭാര്യമാരാകാം. ശൂദ്രന് സ്വജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം പാടുള്ളൂ. ഇതെല്ലാം ആയിരുന്നിട്ടും ഭാര്യാ സംസർഗത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ അറിഞ്ഞും അറിയാതെയും ഭാരതീയർ അംഗീകരിക്കുകയും ചെയ്തു. ഇതെല്ലാം നമുക്ക് മനുസ്മൃതിയിലായിരുന്നാലും യാജ്ഞവൽക്യ സ്മൃതിയിലായിരുന്നാലും പരാശര സ്മൃതിയിലായിരുന്നാലും കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഏകപത്നി വ്രതം നിലനിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആധുനിക സമൂഹങ്ങളിലും ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്ന സമ്പ്രദായം സാർവത്രികമാണെന്നതാണ് വസ്തുത.
അതിന് പലവിധ ഓമനപ്പേരുകൾ നൽകുന്നുവെന്ന് മാത്രമേയുള്ളൂ. പബ്ലിക് റിലേഷൻസിൽ ഏർപ്പെട്ടിരിക്കുന്ന കാൾഗേളുകളിൽ പണക്കാരൻ ലൈംഗിക ദാഹം ശമിപ്പിക്കുമ്പോൾ വേശ്യാ തെരുവുകളിലാണ് സാധാരണക്കാരൻ സമാധാനം കണ്ടെത്തുന്നത് എന്ന വ്യത്യാസമേയുള്ളൂ. പലതരം പേരുകളിൽ വിളിക്കപ്പെടുന്ന അഭിസാരികകളെ ഒരു പ്രാവശ്യമെങ്കിലും സമീപിക്കാത്തവർ ആധുനിക സമൂഹത്തിൽ വളരെ വിരളമാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതൊരു തെറ്റായി ആധുനിക സമൂഹം കാണുന്നേയില്ല. ഇവ കൂടാതെ തന്നെ സമൂഹത്തിലെ ഉന്നതരിൽ നടക്കുന്ന ഭാര്യാവിക്രയം, വൈഫ് സ്വാപ്പിംഗ്, സംഘരിതി, ഗ്രൂപ്പ് സെക്സ് ഓർ ഡെയ്സി ചെയിൻ തുടങ്ങിയ ലൈംഗിക വൈകൃതങ്ങളും വർദ്ധിച്ചു വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബഹുഭാര്യത്വത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്നവരിൽ പലരും ഇത്തരം ലൈംഗിക ബന്ധങ്ങളുടെ അടിമകളാണെന്നതാണ് വാസ്തവം. ചരിത്രത്തിൽ എല്ലാ കാലത്തും നിലനിന്ന ഒരു സ്ഥാപനമാണ് ബഹുഭാര്യത്വം എന്നതാണ് വാസ്തവം. ഈ വസ്തുതകൾ നൽകുന്ന പാഠത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കാര്യമില്ല. അവ തെളിയിക്കുന്ന യാഥാർത്ഥ്യത്തോട് ക്രിയാത്മകവും വസ്തുനിഷ്ഠവുമായി സംവദിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ മനസ്സിലാവും, ഏകഭാര്യത്വം ചില വ്യക്തികളുടെയെങ്കിലും സ്വാഭാവികവും പ്രകൃതിപരവുമായ ദാഹം തീർക്കാൻ പര്യാപ്തമായ സമ്പ്രദായമല്ലെന്ന്. ഈ സത്യത്തിന് നേരെ കണ്ണടച്ചുകൊണ്ട് ബഹുഭാര്യത്വം എന്ന പ്രശ്നം ചർച്ച ചെയ്യുന്നത് വെറുതെയാണ്. അധ്യായം 3. അനിവാര്യമായ സാഹചര്യങ്ങൾ. ലോകത്തെ മറ്റു സമൂഹങ്ങളിലേതുപോലെ തന്നെ പലപ്പോഴും മറ്റു സമൂഹങ്ങളെ കവച്ചുവെക്കുന്ന രീതിയിൽ ബഹുഭാര്യത്വം അറേബ്യയിൽ നിലവിലുണ്ടായിരുന്നു. അനിയന്ത്രിതമായ അനുവാദമായിരുന്നു ഇക്കാര്യത്തിൽ അറബികൾക്കിടയിൽ നിലനിന്നിരുന്നത്. ഇതിനൊരു നിയന്ത്രണമുണ്ടാക്കുകയും 4 പരിമിതപ്പെടുത്തുകയുമാണ് ഖുർആൻ ചെയ്തത്. പല പ്രവാചകാനുചരന്മാർക്കും ഇസ്ലാം ആശ്ലേഷിക്കുന്നതിനു മുമ്പ് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നുവെന്ന വസ്തുത അറേബ്യൻ സമൂഹത്തിൽ ഭാര്യമാരുടെ എണ്ണത്തിന് യാതൊരു പരിധിയുമുണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാക്കുന്നതാണ്. ഗീലാൻ ഇബ്നു സൽമത്തു സഖഫിക്ക് 10 ഭാര്യമാരുണ്ടായിരുന്നു. അമീറത്തുൽ അസദിക്ക് 8 ഭാര്യമാരും നൗഫൽ ഇബ്നു മുആവിയത്തു ദലൈമിക്ക് 5 ഭാര്യമാരുമുണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ഇഷ്ടമുള്ള 4 ഭാര്യമാരെ നിലനിർത്തി ബാക്കിയുള്ളവരെ ഒഴിവാക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെട്ടത്. കയ്യും കണക്കുമില്ലാതെ എത്രയും ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കാമെന്ന അവസ്ഥ നിലനിന്നിരുന്ന സമൂഹത്തിലാണ് നീതി പുലർത്താനാവുമെങ്കിൽ 4 വരെയാകാമെന്നും അതിനാവില്ലെങ്കിൽ 1 മാത്രം മതിയെന്നുമുള്ള നിയമം കൊണ്ടുവന്നതെന്ന് സാരം. അനിവാര്യമെന്ന് തോന്നുന്നുവെങ്കിൽ 1-ലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ ഖുർആൻ അനുവാദം നൽകുന്നു. അവർക്കിടയിൽ നീതി പാലിക്കണമെന്ന നിബന്ധനയോടെ 1-ലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നതിനെ ആധുനികത വിലക്കുന്നു. നിയമാനുസൃതം 1 ഭാര്യ മാത്രമേ പാടുള്ളൂവെന്ന് നിഷ്കർഷിക്കുമ്പോൾ തന്നെ കാൾഗേളുകളുമായോ മറ്റോ ബന്ധം പുലർത്തുന്നതിൽ അത് യാതൊരു തെറ്റും കാണുന്നില്ല. ഏതാണ് സ്ത്രീകൾക്ക് ഹിതകരമായ നിയമം? വിവാഹേതര ബന്ധങ്ങൾ അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല, വെറുക്കുന്നു എന്ന വസ്തുതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നാം ഈ പ്രശ്നത്തെ പരിശോധിക്കേണ്ടത്. ഇസ്ലാമികമായ ഭരണക്രമം നിലനിൽക്കുന്ന രാഷ്ട്രത്തിലാണെങ്കിൽ വ്യഭിചരിച്ചവർക്ക് 4 ദൃക്സാക്ഷികളുടെ സാക്ഷ്യം കൊണ്ട് കുറ്റം തെളിഞ്ഞാൽ വിവാഹിതരല്ലെങ്കിൽ 100 അടിയും വിവാഹിതരെങ്കിൽ മരണം വരെ കല്ലേറും ലഭിക്കും. വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധത്തെ ഇസ്ലാം എന്തുമാത്രം വെറുക്കുന്നുവെന്ന് ഈ ശിക്ഷകൾ വ്യക്തമാക്കുന്നു. സമൂഹത്തിന്റെ അടിസ്ഥാന സ്ഥാപനമായ കുടുംബത്തിന്റെ തകർച്ചയ്ക്കും അതുവഴി ധാർമ്മിക തകർച്ചയ്ക്കും വ്യഭിചാരം നിമിത്തമാവുമെന്നാണ് ഇസ്ലാമിന്റെ വീക്ഷണം. അതുകൊണ്ട് തന്നെ സദാചാരനിഷ്ഠമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു ദർശനത്തിന് അത് പൂർണ്ണമായി ഇല്ലാതാക്കുവാൻ ആവശ്യമായ നിയമങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. അതോടൊപ്പം മനുഷ്യപ്രകൃതിക്ക് ഇണങ്ങുന്ന നിയമങ്ങളിൽ വികാരപൂർത്തീകരണമെന്ന ജൈവിക ആവശ്യം നിർവഹിക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാവുകയും വേണം. ഇവിടെയാണ് ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചതിലെ യുക്തി മനസ്സിലാക്കാനാവുന്നത്. സദാചാരനിഷ്ഠമായ ഒരു സമൂഹത്തിൽ ബഹുഭാര്യത്വം അനിവാര്യമാകുന്ന വൈയക്തികവും സാമൂഹികവുമായ അവസ്ഥകളുണ്ട്. വ്യക്തിപരമായ അവസ്ഥകളെ ഇങ്ങനെ സംക്ഷേപിക്കാം. 1. പുരുഷന്റെ ലൈംഗികാസക്തി. ചില പുരുഷന്മാർക്കെങ്കിലും തങ്ങളുടെ ലൈംഗികാവശ്യങ്ങൾക്ക് ഒരു സ്ത്രീ മതിയാകാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെന്നത് നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. സ്ത്രീയുടെ ആർത്തവകാലം, പ്രസവകാലം തുടങ്ങിയ കാലയളവുകളിൽ ലൈംഗിക ബന്ധം അസാധ്യമാണല്ലോ. ഇത്തരം അവസ്ഥകളിൽ ലൈംഗിക വികാരം നിയന്ത്രിക്കാൻ കഴിയാത്തവരുണ്ടാകാം. ബഹുഭാര്യത്വം അല്ലെങ്കിൽ വ്യഭിചാരമാണ് അത്തരം ആളുകൾക്ക് മുന്നിലുള്ള മാർഗം. 2. ഭാര്യയുടെ ലൈംഗിക ശേഷിയില്ലായ്മ. സ്ത്രീകളിലെ ലൈംഗിക ശേഷിക്കുറവ് ചിലപ്പോൾ ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്തതാവാം. ഏതുതരം ശേഷിക്കുറവാണെങ്കിലും അത് നിലനിൽക്കുന്ന കാലയളവിൽ പുരുഷന് വികാരശമനത്തിന് മാർഗം വേണമെന്നാണ് പ്രകൃതിയുടെ താല്പര്യം.
ഒന്നുകിൽ ബഹുഭാര്യത്വം, അല്ലെങ്കിൽ വ്യഭിചാരം, അതുമല്ലെങ്കിൽ വിവാഹമോചനം. ഇങ്ങനെ 3 മാർഗങ്ങളുണ്ട് പുരുഷന് മുമ്പിൽ. വ്യഭിചാരം അധാർമികമാണ്. വിവാഹമോചനം അനുവദനീയമെങ്കിലും കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട കാര്യമാണ്. ഇത്തരം ഒരവസ്ഥയിൽ ബഹുഭാര്യത്വമാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്. 3. ഭാര്യയുടെ വന്ധ്യത. ഭാര്യ വന്ധ്യയാണെങ്കിൽ പുരുഷന് മുമ്പിൽ 3 മാർഗങ്ങളുണ്ട്. 1. ജീവിതകാലം മുഴുവൻ കുട്ടികളില്ലാതെ ജീവിക്കുക. 2. വന്ധ്യയായ സ്ത്രീയെ വിവാഹമോചനം ചെയ്തുകൊണ്ട് മറ്റൊരുത്തിയെ വേൾക്കുക. 3. വന്ധ്യയായ സ്ത്രീയെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരുത്തിയെ വിവാഹം ചെയ്യുക. ഒന്നാമത്തെ പരിഹാരം സ്വന്തത്തോട് ചെയ്യുന്ന ക്രൂരതയാണ്. രണ്ടാമത്തേത് ഭാര്യയോടുള്ള ക്രൂരതയും. അവർ ചെയ്ത തെറ്റുകൊണ്ടല്ല അവർ വന്ധ്യയായി തീർന്നത്. 3ാമത്തെ നിർദ്ദേശമാണ് മാനവികം. അതുവഴി ഭർത്താവിന്റെ കുഞ്ഞുങ്ങളെ തന്റേതെന്ന വണ്ണം വളർത്തിക്കൊണ്ട് സായുജ്യമണയാൻ വന്ധ്യയായ സ്ത്രീക്കും അവസരം ലഭിക്കുന്നു. അങ്ങനെ മാതൃത്വത്തിന്റെ ദാഹം ശമിപ്പിക്കുവാൻ അവർക്കും സാധിക്കുന്നു. 4. ഭാര്യയുടെ മാറാവ്യാധി. ചില രോഗങ്ങൾ ലൈംഗിക ബന്ധത്തെയും ഗർഭധാരണത്തെയും വിലക്കുന്നവയായുണ്ട്. അത്തരം രോഗങ്ങളുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാർ എന്തു ചെയ്യണം? മാറാരോഗം കാരണം ഗാർഹിക ജോലികൾ ചെയ്യാൻ പ്രയാസപ്പെടുന്നവരുണ്ടാകും. ഇവിടെയെല്ലാം പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്നത് വ്യഭിചാരമോ വിവാഹമോചനമോ ബഹുഭാര്യത്വമോ ആണ്. മാറാവ്യാധി പിടിപെട്ട സ്ത്രീയെ ഒഴിവാക്കുന്നതിലൂടെ അവളെ വഴിയാധാരമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും മാനവികമായ മാർഗം ബഹുഭാര്യത്വം തന്നെയാണ്. മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ വിവാഹമോചനമാണ് ചില മതഗ്രന്ഥങ്ങൾ ശുപാർശ ചെയ്യുന്നത്. മനുസ്മൃതിയുടെ കൽപ്പന കാണുക. വന്ധ്യാഷ്ടമേധി വേദ്യാബ്ദേ ദേശമേതു മൃതപ്രജ ഏകാദശേ സ്ത്രീ ജനനി സത്യസ്ത്വപ്രിയവാദിനി. മനുസ്മൃതി. വന്ധ്യയായ ഭാര്യയെ 8 വർഷം കഴിഞ്ഞും, ചാപിള്ള പ്രസവിക്കുന്നവളെ 10 വർഷം കഴിഞ്ഞും, പെണ്ണുമാത്രം പ്രസവിക്കുന്നവളെ 11 വർഷം കഴിഞ്ഞും, അപ്രിയം പറയുന്നവളെ ഉടനെയും ഉപേക്ഷിച്ച് വേറെ വിവാഹം ചെയ്യേണ്ടതാണ്. ഈ സ്ത്രീകൾക്ക് സന്തോഷത്തിനായി യാതൊന്നും കൊടുക്കേണ്ടതില്ല. യുക്തിവാദത്തിന്റെ പരിഹാരവും വിവാഹമോചനം തന്നെ. നിരീശ്വരത്വത്തിന്റെ ഏറ്റവും വലിയ തത്വജ്ഞാനിയായി അറിയപ്പെടുന്ന ബെർട്രാൻഡ് റസൽ നിർദ്ദേശിക്കുന്ന പരിഹാരം കാണുക. റസലിന്റെ മാരേജ് ആൻഡ് മോറൽസ് എന്ന ഗ്രന്ഥത്തിന്റെ 96-ാം പേജിൽ അദ്ദേഹം പറയുന്നു, സന്താനങ്ങളില്ലാത്ത വൈവാഹിക ജീവിതത്തിൽ ഇരുകൂട്ടരും നന്നായി പെരുമാറുവാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ടെന്ന് വരികിലും വിവാഹമോചനം തന്നെയാണ് ഏറ്റവും നല്ല പരിഹാരം. ഇത്തരം അവസരങ്ങളിൽ ബഹുഭാര്യത്വമോ വിവാഹമോചനമോ വ്യഭിചാരമോ ഏതാണ് ഒരു സ്ത്രീ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുക? സന്മാർഗനിഷ്ഠയും സ്നേഹവതിയുമായ സ്ത്രീ തീർച്ചയായും കാക്ഷിക്കുന്നത് ബഹുഭാര്യത്വമായിരിക്കും. ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ കൂടി രക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ്. ഖുർആനിക ദർശനം മാനവികമാണെന്ന വസ്തുതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബഹുഭാര്യത്വം സാമൂഹികമായ അനിവാര്യതയായി തീരുന്ന സന്ദർഭങ്ങളുണ്ട്. അവയെ ഇങ്ങനെ സംക്ഷേപിക്കാം. 1. സ്ത്രീ പുരുഷ അനുപാതത്തിലുണ്ടാവുന്ന വ്യത്യാസം. ഇത് 2 രൂപത്തിൽ സംഭവിക്കാം. സ്വാഭാവികമായും യുദ്ധത്തിന്റെ ഫലമായും. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഏതാണ്ട് എല്ലാ സമൂഹങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടേതിനേക്കാൾ കൂടുതലായിരുന്നുവെന്ന വസ്തുതയാണത്. ആധുനിക ശാസ്ത്രം ഈ അവസ്ഥയ്ക്ക് വിശദീകരണം നൽകുന്നുണ്ട്. മനുഷ്യരുടെ ജനിതക നിലപ്രകാരം ഗർഭസ്ഥ ശിശുക്കളുടെ ലിംഗവ്യത്യാസം ഏതാണ്ട് സമമായിരിക്കുമെങ്കിലും പെൺഭ്രൂണത്തിന് ആൺഭ്രൂണത്തെക്കാൾ രോഗപ്രതിരോധ ശേഷി കൂടുതലായതിനാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ കൂടുതൽ പെൺകുട്ടികളായിരിക്കുമത്രേ. 1000 ആൺകുട്ടികൾക്ക് ഏകദേശം 1010 പെൺകുട്ടികൾ എന്ന നിരക്കിലായിരിക്കും ഈ വ്യത്യാസമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുദ്ധത്തിന് ശേഷമുണ്ടാകുന്ന അവസ്ഥയാണ് മറ്റൊന്ന്. സ്വാഭാവികമായും യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് പുരുഷന്മാരായിരിക്കും. അങ്ങനെ സ്ത്രീ പുരുഷ അനുപാതത്തിൽ വലിയ വ്യത്യാസമുണ്ടാവും. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയിലെ 50 ലക്ഷം പുരുഷന്മാരാണ് മരിച്ചു വീണത്. യുദ്ധത്തിന് മുമ്പ് അവിടുത്തെ സ്ത്രീ പുരുഷ അനുപാതം സമമായിരുന്നുവെങ്കിൽ യുദ്ധശേഷം 50 ലക്ഷം സ്ത്രീകൾ അധികമായി ഭവിച്ചിട്ടുണ്ടാകുമെന്നർത്ഥം. ഭർത്താക്കന്മാരെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജപ്പാനിലെയും ജർമ്മനിയിലെയും സ്ത്രീകൾ പ്രകടനം നടത്തി. അവരുടെ വീടുകൾക്ക് മുമ്പിൽ ഒരു സായാഹ്ന അതിഥിയെ ആവശ്യമുണ്ട്, വാണ്ടഡ് ആൻ ഈവനിംഗ് ഗസ്റ്റ് എന്ന ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് ജർമ്മനിയുടെ മാത്രം അവസ്ഥയല്ല. യുദ്ധം കഴിഞ്ഞാൽ ഏത് സമൂഹത്തിലും ഉണ്ടാവുന്ന സ്വാഭാവികമായ സ്ഥിതിവിശേഷമാണ്. സമൂഹത്തിൽ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടേതിനേക്കാൾ വർദ്ധിക്കുമ്പോൾ 3 പ്രതിവിധികളാണ് സമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയുക. 1. ഓരോ പുരുഷനും ഓരോ സ്ത്രീയെ മാത്രം വിവാഹം ചെയ്യുക. ബാക്കിയുള്ള സ്ത്രീകൾ ലൈംഗിക തൃഷ്ണ ഒതുക്കിക്കൊണ്ട് ജീവിക്കുക. 2. ഓരോ പുരുഷനും ഓരോ സ്ത്രീയെ വിവാഹം ചെയ്യുക. ബാക്കിയുള്ള സ്ത്രീകൾ വ്യഭിചാരത്തിൽ ഏർപ്പെടുക. 3. പ്രാപ്തരും
ഭാര്യമാരോട് നീതിയിൽ വർത്തിക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നവരുമായ പുരുഷന്മാർ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക. ഈ 3 പരിഹാരങ്ങളിൽ ഏതാണ് മാനവികം? വിവാഹത്തിന് കഴിയാത്ത സ്ത്രീകളെ പരിഗണിക്കുമ്പോൾ ഒന്നാമത്തെ പ്രതിവിധി ക്രൂരവും പ്രകൃതി വിരുദ്ധവുമാണ്. രണ്ടാമത്തെ പ്രതിവിധിയാകട്ടെ ധാർമ്മിക വ്യവസ്ഥയെ തകർക്കുന്നതിലൂടെ സമൂഹത്തെ നശിപ്പിക്കാൻ പോകുന്നതാണ്. മൂന്നാമത്തെ പ്രതിവിധി തന്നെയാണ് സദാചാരനിഷ്ഠമായ സമൂഹത്തിന്റെ നിലനിൽപ്പ് കാക്ഷിക്കുന്നവർ തെരഞ്ഞെടുക്കുക. അതുകൊണ്ടാണല്ലോ 1948 മ്യൂണിക്കിൽ സമ്മേളിച്ച ലോക യുവജന സംഘടന ജർമ്മനിയുടെ പ്രശ്നത്തിന് പരിഹാരമായി ബഹുഭാര്യത്വം നിർദ്ദേശിച്ചത്. ഇസ്ലാം നിർദ്ദേശിക്കുന്ന പരിഹാരവും ഇതുതന്നെ. ഒരു പരിഹാരം ലോക യുവജന സംഘടന നിർദ്ദേശിക്കുമ്പോൾ മാനവികവും ഇസ്ലാം നിർദ്ദേശിക്കുമ്പോൾ അപരിഷ്കൃതവുമാവുന്നത് എങ്ങനെയാണ്? ഇത്തരമൊരു പ്രതിസന്ധിക്ക് പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുന്നുവെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവ സഭയ്ക്ക് നിർദ്ദേശിക്കുവാൻ കഴിയുന്ന പ്രതിവിധി എന്താണ്? അധികം വരുന്ന സ്ത്രീകളെ എന്തു ചെയ്യണമെന്നാണ് അവർക്ക് പറയാനുള്ളത്? അവരെയെല്ലാം കർത്താവിന്റെ മണവാട്ടികളാണെന്ന മിഥ്യാബോധത്തിൽ കുരുക്കി കന്യാസ്ത്രീകളാക്കാമെന്ന് സഭ കരുതുന്നുവോ? അതല്ല ധാർമ്മികതയുടെ അതിരുകൾ അതിലംഘിച്ച് വേശ്യാവൃത്തിയിലേക്ക് നയിക്കപ്പെടുവാൻ സഭ അവർക്ക് കൂട്ടുനിൽക്കുമോ? സത്യത്തിൽ ഏകഭാര്യാവ്രതമാണ് തങ്ങളുടെ മതത്തിന്റെ അനുശാസനയെന്ന് വീരവാദം മുഴക്കുന്നവരുടെ കയ്യിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാമൂഹിക സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടത് എന്ത് നിലപാടാണെന്നതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ബഹുഭാര്യത്വത്തെ അപരിഷ്കൃതമായി കാണുന്ന യുക്തിവാദികളുടെ കയ്യിൽ ഈ സാമൂഹിക സാഹചര്യത്തിനുള്ള പരിഹാരം വ്യഭിചാരമാണ്. ഗർഭനിരോധന മാർഗങ്ങൾ യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യഭിചാരം. ബെർട്രാൻ റസ്സൽ എഴുതുന്നു, അദ്ദേഹത്തിന്റെ മാരേജ് ആൻഡ് മോറൽസ് എന്ന പുസ്തകത്തിന്റെ 59-ാം പേജിൽ, മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ സാമ്പത്തിക കാരണങ്ങളാൽ പുരുഷന്മാരിൽ മിക്കവരും നേരത്തെ വിവാഹിതരാവുന്നത് അസാധ്യമായി കരുതുകയും അതേസമയം സ്ത്രീകളിൽ കുറെ പേർക്ക് വിവാഹിതരാവാൻ തന്നെ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള തുല്യാവകാശം സ്ത്രീകളുടെ ചാരിത്രത്തെ സംബന്ധിച്ച പരമ്പരാഗത സങ്കല്പത്തിൽ ഒരു മാറ്റം ആവശ്യപ്പെടുന്നു. ലൈംഗിക ബന്ധം അനുവദിക്കപ്പെടുന്നുവെങ്കിൽ സത്യത്തിൽ അത് നിലനിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്കും അത് അനുവദിക്കപ്പെടണം. സ്ത്രീകൾ മിച്ചം വരുന്ന നാടുകളിൽ അവിവാഹിതരായി കഴിയുന്ന സ്ത്രീകളെയെല്ലാം ലൈംഗിക അനുഭൂതിയിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നത് വ്യക്തമായ അനീതിയാണ്. വനിതാ പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല വക്താക്കൾക്ക് ഇക്കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അവരുടെ ആധുനികരായ അനുയായികൾ ഇവ വ്യക്തമായി നോക്കിക്കാണുന്നുണ്ട്. ഈ അഭിപ്രായങ്ങളെ അനുകൂലിക്കാത്തവർ സ്ത്രീ ലൈംഗികതയോട് നീതി ചെയ്യുന്നതിന് എതിരാണെന്ന് പറയേണ്ടി വരും. റസലിന്റെ മാരേജ് ആൻഡ് മോറൽസ് എന്ന ഗ്രന്ഥത്തിന്റെ 59-ാം പേജിൽ പറയുന്നു, സ്വതന്ത്ര ലൈംഗികത അനുവദിക്കപ്പെടുന്ന സമൂഹത്തിൽ സന്താനോൽപാദനം വിവാഹവൃത്തിയിൽ മാത്രം ഒതുക്കണമെന്നും വിവാഹബാഹ്യമായ ലൈംഗിക വീഴ്ചകളെല്ലാം ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കണമെന്നും റസൽ നിർദ്ദേശിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ അനുപാതത്തിൽ വ്യത്യാസമുണ്ടാവുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ സാധിക്കുന്ന പുരുഷന്മാർ ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരാക്കി വെച്ചുകൊണ്ട് അവർക്കിടയിൽ നീതിയോടുകൂടി വർത്തിക്കണമെന്ന ഖുർആനിക നിർദ്ദേശമോ അധികം വരുന്ന സ്ത്രീകൾ വ്യഭിചാരത്തിൽ ഏർപ്പെടണമെന്ന യുക്തിവാദ നിർദ്ദേശമോ? ഏതാണ് മാനവികം? സ്ത്രീയോട് നീതി ചെയ്യുന്നത് ഏത് നിർദ്ദേശമാണ്? അവിഹിത ബന്ധം മൂലം സ്ത്രീ ക്രൂരമായി വഞ്ചിക്കപ്പെടുന്നുവെന്നതല്ലേ സത്യം? ഏത് നിമിഷവും അവളെ പുറന്തള്ളാം. ഈ ബന്ധത്തിൽ ജനിക്കുന്ന കുഞ്ഞിനെ ഒരു ഗർഭനിരോധന മാർഗവും 100% കുറ്റമറ്റതല്ലെന്ന് ഓർക്കുക. അതിന്റെ പിതാവിനോട് ചേർക്കാൻ പോലും അവൾക്ക് അവകാശമില്ല. അവളുടെ മാംസളത കുറയുകയും തൊലി ചുളിയുകയും ചെയ്താൽ പിന്നെ അവളെ ആരും തിരിഞ്ഞു നോക്കുകയില്ല. അവകാശങ്ങളുള്ള അധികൃതമായ ഭാര്യ എന്ന പദവിയോ വേശ്യ എന്ന പേരോ ഏതാണ് അഭികാമ്യം? ഒന്നാമത്തേതായിരുന്നാലും 4ാമത്തേതായിരുന്നാലും അവകാശങ്ങളുള്ള അധികൃത ഭാര്യ എന്ന പദവിയും പെരുമാറ്റവും ലഭിക്കുവാൻ ഏതു സ്ത്രീക്കും അവകാശമുണ്ടെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സ്വപത്നിയായി ജീവിച്ച് തന്റെയും സന്താനങ്ങളുടെയും ചെലവുകൾ കണക്ക് തീർത്തു വാങ്ങുകയും ഭർത്താവിന്റെ മരണശേഷം താനും കുട്ടികളും സ്വത്തിൽ അവകാശികളുമായി തീരുകയും ചെയ്യുന്നതോ ഒരു അവകാശവുമില്ലാതെ വേശ്യയായി ജീവിക്കുകയും അവസാനം നരകിച്ച് സമൂഹത്തിന് ഭാരമായി തീരുന്നതോ ഏതാണ് സ്ത്രീക്ക് അഭിമാനകരമായിട്ടുള്ളത്? 2. വിധവകളുടെയും അനാഥകളുടെയും സംരക്ഷണം. വിധവകളെയും അനാഥകളെയും സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. ഈ ബാധ്യത യഥോചിതം നിർവഹിക്കുന്നതിന് ബഹുഭാര്യത്വം ചിലപ്പോൾ അനിവാര്യമായി തീരുമെന്ന് കാണാനാവും. യുദ്ധങ്ങളിലും പൊതുജീവിതത്തിലെ അത്യാഹിതങ്ങളിലുമെല്ലാം കൂടുതൽ മരണപ്പെടുന്നത് പുരുഷന്മാരാണല്ലോ. അപ്പോൾ വിധവകളും അവരുടെ അനാഥരായ മക്കളും കൂടുതലായി ഉണ്ടാവുകയും
അവരുടെ സംരക്ഷണം സമൂഹത്തിന്റെ ബാധ്യതയായി തീരുകയും ചെയ്യുന്നു. വിധവകളുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ കേവലം ഭക്ഷണ സാമഗ്രികളോ പാർപ്പിടമോ നൽകിയതുകൊണ്ട് അത് പൂർത്തിയാവുമെന്ന് പറയാൻ വയ്യ. പലപ്പോഴും വിധവകളായി തീരുന്നത് യുവതികളായിരിക്കും. അവർക്ക് 1-2 കുട്ടികളുണ്ടെങ്കിലും മജ്ജയും മാംസവുമുള്ള മനുഷ്യരെന്ന നിലയ്ക്ക് ലൈംഗിക വികാരവും ഉണ്ടാകും. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ലഭിക്കുന്നത് കൊണ്ട് ലൈംഗിക തൃഷ്ണ ശമിക്കപ്പെടുകയില്ലല്ലോ. അവരെ അങ്ങനെ വിടുന്നത് അസാൻമാർഗിക വൃത്തികളിലേക്ക് ചായുന്നതിന് കാരണമാകും. സമൂഹത്തിന്റെ ധാർമ്മികതയെ തന്നെ തകർക്കുന്ന നടപടിയാണത്. അപ്പോൾ അവർ പുനർവിവാഹം ചെയ്യപ്പെടണം. അതാണ് വിധവകളെ സംരക്ഷിക്കുന്നതിനുള്ള യഥാർത്ഥ മാർഗം. ആരാണ് വിധവകളെ സംരക്ഷിക്കുന്നതിന് സന്നദ്ധരാവുക? വിശേഷിച്ചും 1-2 കുഞ്ഞുങ്ങളുള്ള വിധവകളാണെങ്കിൽ പൊതുവെ പുരുഷന്മാർ ആദ്യ ഭാര്യമാരായി വിധവകളെ സ്വീകരിക്കാൻ മടിക്കും. ഈ മടി പ്രകൃതിപരമായതിനാൽ അവർ അക്കാര്യത്തിൽ വിമർശിക്കപ്പെടുന്നത് നീതിയല്ല. ഇവിടെയാണ് ബഹുഭാര്യത്വം വിധവകളുടെ സംരക്ഷണത്തിനെത്തുന്നത്. ഒരു പുരുഷന്റെ 2-മത്തെയോ 3-മത്തെയോ ഭാര്യയായി തീരാൻ അവൾ സന്നദ്ധയാണെങ്കിൽ മാനുഷികമായ എല്ലാ അവകാശങ്ങളും അനുഭവിക്കാൻ അവൾക്ക് സാധിക്കും. അനാഥകൾക്കും അമ്മയുടെ 2-ാം വിവാഹം ആശ്വാസവും സംരക്ഷണവുമാണ് നൽകുക. അനാഥാലയങ്ങളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായാലും ഒരു കുടുംബത്തിന്റെ സാഹചര്യം ഉണ്ടാവുകയില്ലല്ലോ. ചെറുപ്പത്തിൽ തന്നെ അമ്മയിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട് അനാഥാലയത്തിൽ അയക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മനോനിലയെ അത് കുറച്ചൊന്നുമല്ല ബാധിക്കുക. അമ്മയുടെ മടിയിൽ വളരേണ്ട കാലത്ത് അവർ അവിടെ തന്നെ വളരണം. ഒരു കുടുംബാന്തരീക്ഷത്തിൽ തന്നെ ജീവിക്കുവാൻ അവർക്ക് അവസരം ലഭിക്കണം. ഇതിനുള്ള അവസരമൊരുക്കാൻ വിധവയുടെ 2-ാം വിവാഹത്തിന് സാധിക്കുന്നു. ധാർമ്മിക ബോധവും മതനിഷ്ഠയുള്ളയാളുമാണ് അമ്മയുടെ പുതിയ ഭർത്താവെങ്കിൽ പിതാവിൻ്റെതിന് തുല്യമായ പെരുമാറ്റവും സംതൃപ്തമായ കുടുംബാന്തരീക്ഷവും ആ അനാഥകൾക്ക് ലഭിക്കുന്നു. അനാഥാലയത്തിലെ ജീവിതത്തെക്കാൾ എത്രയോ ഉത്തമമാണ് ഇതെന്നുള്ളതാണ് സത്യം. വിധവകൾക്ക് നിത്യദുഃഖമാണ് പല മതങ്ങളും നിഷ്കർഷിക്കുന്നത്. മനുസ്മൃതിയുടെ വിധി നോക്കുക. ആ സീതാ മരണാക്ഷാന്ത നിയതാ ബ്രഹ്മചാരിണി യോ ധർമ്മ ഏകപത്നി നാം കാക്ഷന്തി നാമത്വമം. ഭർത്താവ് മരിച്ച ശേഷം സ്ത്രീ ജീവാവസാനം വരെ സഹനശീലയായും പരിശുദ്ധയായും ബ്രഹ്മധ്യാനമുള്ളവളായും മദ്യമാംസഭക്ഷണം ചെയ്യാത്തവളായും ഉത്കൃഷ്ടയായ പതിവ്രതയുടെ ധർമ്മത്തെ ആഗ്രഹിക്കുന്നവളായും ഇരിക്കേണ്ടതാകുന്നു മനുസ്മൃതി. ഇത്തരം നിയമങ്ങളിൽ നിന്നാണ് കാലക്രമേണ ഭർത്താവിന്റെ ചിതയിൽ ഭാര്യയും മരിക്കണമെന്ന സതി സമ്പ്രദായം ഉടലെടുത്തത്. ഇസ്ലാമാകട്ടെ വിധവകളുടെ പ്രശ്നങ്ങളെ തൊട്ടറിയുകയും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ബഹുഭാര്യത്വം വഴി പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്ന് കണ്ണടച്ച് ഇരുട്ടാക്കുവാൻ അത് ആരോടും ആവശ്യപ്പെടുന്നില്ല. അത്തരം അവസരങ്ങളിൽ 1-ലധികം ഭാര്യമാരെ സ്വീകരിക്കുവാൻ അത് അനുവാദം നൽകുന്നു. വിധവകളുടെയും അനാഥകളുടെയും സംരക്ഷണത്തിനുതകുന്ന തികച്ചും മാനവികമായ ഒരു സംവിധാനമാണത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒട്ടനവധി അവസരങ്ങളിൽ ബഹുഭാര്യത്വം സ്ത്രീയുടെ സംരക്ഷണത്തിനെത്തുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹുഭാര്യത്വം അനുവദിക്കുന്നതിലൂടെ ഇസ്ലാം സ്ത്രീകളെ തരം താഴ്ത്തി എന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന വസ്തുതയാണ് ഇവിടെ വ്യക്തമാവുന്നത്. സദാചാരനിഷ്ഠമായ ഒരു സാമൂഹിക സംവിധാനം കാക്ഷിക്കുന്നവർക്കൊന്നും തന്നെ ബഹുഭാര്യത്വത്തെ അപ്പടി അധിക്ഷേപിക്കുവാൻ കഴിയില്ല. അധ്യായം 4. സ്ത്രീ ലൈംഗികോപകരണം മാത്രമോ? ഇസ്ലാം സ്ത്രീയെ ലൈംഗിക ജീവിയായി ആപതിപ്പിച്ചുവെന്നും അതുകൊണ്ടാണ് ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിച്ചതെന്നും ആരോപിക്കുന്നവരുണ്ട്. സ്ത്രീയും പുരുഷനും ലൈംഗിക ജീവികളാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി തന്റെ ആയുസ് മുഴുവനും ചെലവഴിച്ച ഫ്രോയിഡിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളാണ് ശരിയെന്ന് വാദിക്കുകയും ചെയ്യുന്നവർ സ്ത്രീ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ മാത്രം എന്തുകൊണ്ടാണ് ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നത്? ലൈംഗിക ജീവി എന്നതിന് ലൈംഗികത മാത്രം കഴിയുന്ന ഒരാൾ എന്ന അർത്ഥം ഫ്രോയിഡ് കൊടുത്തിട്ടില്ല. സെക്സിനുള്ള ഒരു ഉപകരണം മാത്രമായാണ് സ്ത്രീ എന്ന് ഇസ്ലാമും പറഞ്ഞിട്ടില്ല. മനുഷ്യന്റെ നാഗരിക മുന്നേറ്റങ്ങൾക്കെല്ലാമുള്ള അടിത്തറയായി വർത്തിച്ചത് ലൈംഗികതയെ പ്രത്യുൽപാദത്തിനപ്പുറത്ത് തൃപ്തിക്ക് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടിയുമുള്ള ഏർപ്പാടാക്കി മനുഷ്യൻ പരിണമിപ്പിച്ചതാണ് എന്നാണ് ഫ്രോയിഡ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ശരി തെറ്റുകൾ ഇപ്പോൾ നമ്മുടെ വിഷയമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യന്റെ വൈയക്തികവും കുടുംബപരവും സാമൂഹികവുമായ സ്വാസ്ഥ്യത്തിന് ലൈംഗികത അനിവാര്യമാണ് എന്നുള്ള സത്യം ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. മനുഷ്യരുടെ സ്വാസ്ഥ്യവും സമാധാനവും ലൈംഗിക സംതൃപ്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ലൈംഗിക സംതൃപ്തി മനുഷ്യന് അനിവാര്യമാണ്. ആ തൃഷ്ണ പൂർത്തീകരിക്കപ്പെടണം.
പൂർത്തീകരിക്കപ്പെടേണ്ട ലൈംഗികതയിൽ പുരുഷന് അവന്റെ പങ്കുണ്ട്, സ്ത്രീക്ക് അവളുടെ പങ്കുണ്ട്. സ്ത്രീയുടെ ലൈംഗിക ചോദനവും ലൈംഗിക തലവും ലൈംഗികമായ ആസ്വാദനവും പുരുഷന്റേതിൽ നിന്ന് വ്യത്യസ്തമാണ്. പുരുഷന്റേത് സ്ത്രീയിൽ നിന്നും വ്യത്യസ്തമാണ്. എന്നാൽ ഇവ തമ്മിൽ ഒരു പാരസ്പര്യം നിലനിൽക്കുന്നുമുണ്ട്. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ ആൽഫ്രഡ് കിൻസയുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ മതി. അതിൽ സെക്ഷൽ ബിഹേവിയർ ഇൻ ദ ഹ്യൂമൻ മെയിൽ എന്നും സെക്ഷൽ ബിഹേവിയർ ഇൻ ദ ഹ്യൂമൻ ഫീമെയിൽ എന്നും രണ്ടായി തന്നെ തരംതിരിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്വാസ്ഥ്യത്തിനും അവന്റെ നിലനിൽപ്പിനും അവന്റെ പുരോഗതിക്കും അവന്റെ അസ്തിത്വത്തിന് തന്നെയും അനിവാര്യമായ ലൈംഗികതയുടെ അതിന്റെ തൃപ്തമായ പൂർത്തീകരണത്തിൽ പുരുഷന് അവന്റെ പങ്കുണ്ട്, സ്ത്രീക്ക് അവളുടെ പങ്കുണ്ട്. ആ പങ്ക് നിർവഹിക്കുവാൻ പറ്റിയ രൂപത്തിലാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പുരുഷനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അവന്റെ പങ്ക് നിർവഹിക്കുവാൻ പറ്റിയ രൂപത്തിൽ തന്നെ. സ്ത്രീക്ക് പ്രത്യുൽപാദനത്തിൽ കൂടുതൽ പങ്കുണ്ട് എന്നതിനാൽ ആ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ സഹിക്കേണ്ടതും ബാധ്യതകളുള്ളതും പ്രശ്നങ്ങളുള്ളതും അബലതകൾ കടന്നുവരുന്നതും സ്ത്രീക്കാണ്. അതിനാൽ സ്ത്രീയെ സംരക്ഷിക്കേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്തമാണെന്ന് ഇസ്ലാം പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. വിവാഹം കുടുംബമെന്ന സ്ഥാപനത്തിലേക്കുള്ള പ്രവേശനമാണ്. ലൈംഗിക സമ്പൂർത്തീകരണം രണ്ടുപേർക്കും ആവശ്യമാണ്. രണ്ടുപേരുടെയും വ്യക്തിപരമായ സ്വാസ്ഥ്യത്തിന് അത് അനിവാര്യമാണ്. കുടുംബത്തിലെ സമാധാനത്തിന് അനിവാര്യമാണ്. സാമൂഹികമായ നന്മകൾക്കും അനിവാര്യമാണ്. ഫ്രോയിഡിന്റെ പഠനങ്ങൾ എടുത്തു നോക്കിയാൽ രസകരമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയും. സാമൂഹ്യദ്രോഹികളായി അറിയപ്പെടുന്ന ആളുകളുടെ മനോവിശ്ലേഷണത്തിലൂടെ അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനം ഇവയുടെയെല്ലാം അടിസ്ഥാന കാരണം അതൃപ്തമായ ലൈംഗികതയാണെന്നാണ്. അപ്പോൾ സമൂഹത്തിന്റെ സ്വാസ്ഥ്യത്തിന് സംതൃപ്ത ലൈംഗികത ആവശ്യമാണ്. അതിന് സ്ത്രീ ആവശ്യമാണ്. അവിടെ പുരുഷനും ആവശ്യമാണ്. അവിടെ രണ്ടു കൂട്ടർക്കും അവരുടേതായ റോളുകളുണ്ട്. പാരസ്പര്യത്തിന് അനിവാര്യമായ നിയമങ്ങൾ ആവശ്യമായി വരുന്നത് ഇവിടെയാണ്. പെണ്ണിന്റെ ലൈംഗികത വേറെ, ആണിന്റെ ലൈംഗികത വേറെ. ഇത് രണ്ടിന്റെയും പാരസ്പര്യത്തെക്കുറിച്ച് പഠിക്കാൻ മാസ്റ്റേഴ്സിനും ജോൺസണും സ്വന്തത്തെ തന്നെ സമർപ്പിക്കേണ്ടി വന്നു. ഭാര്യാഭർത്താക്കന്മാരായ അവരുടെ ലൈംഗിക ചോദനയെക്കുറിച്ച്, അവരുടെ ലൈംഗിക സ്വഭാവങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളാണ് അവർ പുറത്തുവിട്ടത്. നാണക്കേട് എന്ന് സമൂഹം ചിന്തിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടുകയാണ് ചെയ്തത്. എന്തായിരുന്നാലും നാം അവിടെ അറിയുന്നൊരു സത്യമുണ്ട്. സ്ത്രീയുടെ ലൈംഗികതയെക്കുറിച്ചോ അവളുടെ ലൈംഗികമായ അസ്തിത്വത്തെക്കുറിച്ചോ പൂർണ്ണമായി അവൾക്ക് തന്നെ അറിയില്ല. പുരുഷന്റേതും അങ്ങനെ തന്നെ. അവന്റെ സാധ്യതകൾ എന്തൊക്കെയെന്നും അവളുടെ സാധ്യതകൾ എന്തൊക്കെയെന്നും കൃത്യവും വ്യക്തവുമായി അവർക്കറിയില്ല. ആ സാധ്യതകളെ മുഴുവനും പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളതാകണം അവരുടെ പാരസ്പര്യവുമായി ബന്ധപ്പെടുന്ന നിയമങ്ങൾ. പുരുഷന് വേണ്ടി സ്ത്രീ നിയമമുണ്ടാക്കിയാലും സ്ത്രീക്ക് വേണ്ടി പുരുഷൻ നിയമമുണ്ടാക്കിയാലും അവ മാനവികമാവുകയില്ല. രണ്ടിനും അപ്രായോഗികതയുണ്ടാവും. സ്ത്രീക്ക് വേണ്ടി സ്ത്രീ നിയമമുണ്ടാക്കിയാലും തഥൈവ അതിന് പുരുഷ പ്രകൃതിയെ ഉൾക്കൊള്ളാനാവാതെ അത് ഒറ്റപ്പെട്ടു പോകും. പുരുഷന് വേണ്ടി പുരുഷൻ നിയമമുണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അവിടെയാണ് രണ്ടുപേരെയും കൃത്യമായി അറിയാവുന്ന പടച്ചവന്റെ നിയമങ്ങൾ പ്രസക്തമാവുന്നത്. ആ നിയമത്തിന് മാത്രമേ സ്ത്രീ പുരുഷ പാരസ്പര്യത്തെ പ്രകാശമാനമാക്കാനാവൂ. രണ്ടുപേർക്കും പൂർണ്ണാർത്ഥത്തിലുള്ള ആസ്വാദനം നൽകൂ. പടച്ചവന്റെ നിയമത്തിൽ സ്ത്രീക്ക് കൊടുത്ത സ്ഥാനമല്ല പുരുഷന് കൊടുത്തിരിക്കുന്നത്. ആ സ്ഥാനങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അതിനെ കേവലം വിമർശനാത്മകമായി കണ്ട് പ്രാകൃതവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് കുഴപ്പം. ലൈംഗികതയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങളുടെ അടിത്തറ അവരുടെ പാരസ്പര്യത്തിലാണ് ഊന്നുന്നത്. ലൈംഗികത അനിവാര്യമാണ് രണ്ടു കൂട്ടർക്കും. ആ ലൈംഗിക പൂർത്തീകരണത്തിന്റെ ഓരോ രംഗത്തും പെണ്ണ് സംരക്ഷിക്കപ്പെടണം. എന്തുകൊണ്ട്? പെണ്ണിന് മറ്റൊരു വലിയ ദൗത്യം ഏറ്റെടുക്കാനുണ്ട്, മാതാവാവുക എന്ന ദൗത്യം. അതുകൊണ്ടാണ് വിവാഹത്തിന്റെ സമയത്ത് പെണ്ണിന് മഹർ കൊടുക്കണമെന്ന് ഇസ്ലാം പ്രത്യേകമായി പറഞ്ഞത്. രണ്ടു കൂട്ടർക്കും ലൈംഗികത ആവശ്യമാണെങ്കിൽ പിന്നെ പെണ്ണിന് പുരുഷൻ ധനം കൊടുക്കണമെന്നുള്ള നിയമം എന്തുകൊണ്ടുണ്ടാവുന്നു? രണ്ടുപേർക്കും ആവശ്യമുള്ള വിവാഹത്തിൽ പെണ്ണിന് ധനം ആവശ്യപ്പെടാനുള്ള അവകാശം എന്തുകൊണ്ടുണ്ടാകുന്നു? ലൈംഗികത വഴി ജൈവികമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് പെണ്ണിനാണ്. അവളുടെ കൂടുതൽ സമർപ്പണം ആവശ്യമുണ്ടവിടെ. കുടുംബമെന്ന സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് പെണ്ണിന്റെ സമർപ്പണം കൂടുതൽ ആവശ്യമുണ്ട്. സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് വിവാഹം. അത് സ്ത്രീ ശാക്തീകരണത്തിനെതിരല്ല, മറിച്ച് പെണ്ണ് വിചാരിച്ചാലേ ഗർഭിണിയാകാൻ കഴിയൂ, പെണ്ണ് വിചാരിച്ചാലേ പ്രസവിക്കാൻ കഴിയൂ, പെണ്ണിനെ മുലയൂട്ടാൻ കഴിയൂ, പെണ്ണിനെ കുട്ടികൾക്ക് ചെറിയ പ്രായത്തിലുള്ള മാനസിക വികാസത്തിന് ആവശ്യമായ ഗൃഹാന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയൂ. ഇതെല്ലാം പുരുഷൻ ആവശ്യമാണ്.
സ്ത്രീക്ക് ആവശ്യമാണ്, അടുത്ത തലമുറയ്ക്ക് ആവശ്യമാണ്, സമൂഹത്തിന് ആവശ്യമാണ്, കുടുംബത്തിന്റെ സ്വാസ്ഥ്യത്തിന് ആവശ്യമായ മാതൃത്വം എന്ന കടമ അവൾ നിർവഹിക്കുമ്പോൾ പുരുഷൻ അവൾക്ക് താങ്ങാകണം. അവളെ ഒരു സാമ്പത്തിക ജീവിയായി കണ്ടുകൂടാ. സാമ്പത്തിക സ്രോതസ് അവളല്ല, അത് പുരുഷനായി തീരണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ലൈംഗികത പൂർത്തീകരിക്കപ്പെടേണ്ട അനിവാര്യമായ വികാരമാണെന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ വീക്ഷണം. സ്ത്രീയെയും പുരുഷനെയും ആ വികാരം നിലനിൽക്കുന്ന ജീവികളായി കാണണം. പ്രസ്തുത വികാരത്തിന്റെ പൂർത്തീകരണം വിവാഹത്തിലൂടെ നടക്കണം. കുടുംബജീവിതത്തിന്റെ ഓരോ രംഗത്തും അവരുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം. അതല്ലാതെ സ്ത്രീ വിരോധമോ പുരുഷ വിരോധമോ ഇസ്ലാമിക നിയമങ്ങളിലില്ല. ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അങ്ങനെ തന്നെ. സ്ത്രീയുടെ ഏതെങ്കിലും ഒരവകാശം അതുവഴി നിഷേധിക്കപ്പെടുന്നില്ല. അതേസമയം ബഹുഭാര്യത്വം നിരോധിക്കുകയും ഒപ്പം തന്നെ ധാർമ്മിക ജീവിതം നിർബന്ധിക്കുകയും ചെയ്യുന്നത് പുരുഷന്റെ അടിസ്ഥാനപരമായ പ്രകൃതി ചിലയാളുകൾക്കെങ്കിലും അടിച്ചമർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആ രംഗത്തെ പ്രഗത്ഭരായ ആളുകളുടെ പഠനമാണിത്. ഇവിടെ ഇസ്ലാമിക നിയമം പെണ്ണിനെ പരിഗണിക്കുന്നു. അവളുടെ അവസ്ഥകൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. അവളെ അടിച്ചമർത്തുവാനോ പ്രയാസപ്പെടുത്താനോ ഇസ്ലാം ഉദ്ദേശിക്കുന്നില്ല. ഇസ്ലാമിലെ നിയമങ്ങൾ അവളോട് യാതൊരുവിധ അനീതിയും ചെയ്യുന്നില്ല. അധ്യായം 5 അനുവാദത്തിന്റെ സാഹചര്യം. ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ചത് ഉഹദ് യുദ്ധാനന്തരമുള്ള സാഹചര്യത്തിലാണ് എന്ന് പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അത് അക്കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള ഒരു നിയമമാണെന്നും ചില ബുദ്ധിജീവികൾ ഈയിടെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 3-ാം വചനത്തിന്റെ അവതരണ പശ്ചാത്തലം ഉഹദ് യുദ്ധത്തിന് ശേഷമുള്ള സാഹചര്യമാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടെന്നത് ശരിയാണ്. ഇസ്ലാം ഒരു നിയമം നടപ്പാക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ പദപരമായ വ്യാഖ്യാനത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ടല്ല. അള്ളാഹുവിന്റെ വചനങ്ങളായി അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ പ്രായോഗിക വിശദീകരണം നൽകിയത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. പ്രവാചകനിൽ നിന്ന് മതം നേരിട്ട് പഠിച്ച സ്വഹാബികൾ അത് പ്രയോഗവൽക്കരിച്ച് ലോകത്തിന് മാതൃകയായി. അപ്പോൾ ഖുർആനാകുന്ന പ്രമാണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിശദീകരിച്ചു, അതനുസരിച്ച് സഹാബികൾ എങ്ങനെ ജീവിച്ചു എന്നതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെയും നിയമങ്ങളുടെയും അടിത്തറ. അടിസ്ഥാന സ്രോതസ് ഖുർആൻ, അതിന്റെ പ്രയോഗവൽക്കരണം, പ്രവാചകചര്യ അഥവാ സുന്നത്ത്, ഇവയിൽ നിന്ന് സ്വഹാബി സമുച്ചയം മനസ്സിലാക്കിയത് എന്ത് എന്നീ കാര്യങ്ങൾ മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ നിർദ്ധരിക്കപ്പെടുന്നത്. ഈ രീതിശാസ്ത്രപ്രകാരം ഖുർആനിലെ 4-ാം അധ്യായം 3-ാം ആയത്തിന്റെ അവതരണ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിലപാട് സ്വീകരിച്ചു, പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ എന്ത് നിലപാട് സ്വീകരിച്ചു, ഇതാണ് പരിശോധനാ വിധേയമാക്കേണ്ടത്. അവ നമ്മെ അറിയിക്കുന്ന സത്യം ഈ ഖുർആനിക വചനം ഇറങ്ങിയതോടുകൂടി 4-ലധികം ഭാര്യമാരുണ്ടായിരുന്ന ആളുകളോട് 4-ൽ പരിമിതപ്പെടുത്തുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷ്കർഷിച്ചു എന്നതാണ്. അതായത് യുദ്ധത്തിന് ശേഷമുള്ള സാഹചര്യങ്ങളിലും യുദ്ധമില്ലാത്ത സാഹചര്യങ്ങളിലുമെല്ലാം 1-ലധികം ഭാര്യമാരെ വേൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചില്ല, എതിർത്തില്ല. സ്വഹാബിമാരിൽ ഒരുവിധം എല്ലാവർക്കും 1-ലധികം ഭാര്യമാരുണ്ടായിരുന്നു. അവരെല്ലാവരും യുദ്ധ സാഹചര്യത്തിലൊന്നുമല്ല കല്യാണം കഴിച്ചത്. യുദ്ധ സാഹചര്യത്തിൽ വിവാഹിതരായിട്ടുണ്ട്, അതല്ലാത്തപ്പോഴും വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു നിയമം എന്ന നിലയ്ക്ക് അടിസ്ഥാന സ്രോതസ്, അതിന്റെ വിശദീകരണം, അതിന്റെ പ്രയോഗവൽക്കരണം, ഇവ 3ഉം കൂടി വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഖുർആൻ പറഞ്ഞ ബഹുഭാര്യത്വത്തിനുള്ള അനുവാദം യുദ്ധ സാഹചര്യത്തിൽ മാത്രമല്ല എന്നതാണ്. ഇനി ബഹുഭാര്യത്വം അനുവദിച്ചത് യുദ്ധ സാഹചര്യത്തിൽ മാത്രമാണെന്ന് വിചാരിച്ചാൽ തന്നെ ഇസ്ലാമിക നിയമങ്ങൾ ഇപ്പോൾ പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നതല്ലെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ ഈ നിയമം വേണ്ട എന്ന് പറയാൻ പറ്റും? യുദ്ധ സാഹചര്യം എപ്പോഴും ഉണ്ടാകാമല്ലോ. യുദ്ധ സാഹചര്യത്തിൽ ഇറങ്ങിയതാണ്, അതുകൊണ്ട് ഇന്ത്യയിൽ ബഹുഭാര്യത്വം നിരോധിക്കണമെന്നാണ് ചില ബുദ്ധിജീവികളുടെ വാദം. ഇന്ത്യയിലേത് വിരോധിക്കപ്പെട്ടുവെന്ന് കരുതുക. ബഹുഭാര്യത്വം അനുവദിച്ച യുദ്ധ സാഹചര്യം ഇന്ന് ഉണ്ടായാൽ എന്ത് ചെയ്യും? യുദ്ധത്തിന്റെ ഫലം എന്താണ്? അവിടെ അനാഥകളുടെ പ്രശ്നമുണ്ടാകും, യുദ്ധത്തിൽ വിധവകൾ ഉണ്ടാകും. കാരണം പുരുഷന്മാരാണ് യുദ്ധത്തിൽ നേർക്കുനേരെ പങ്കെടുക്കുന്നവർ. ഇസ്ലാമിക സമൂഹത്തിൽ പുരുഷന്മാർ തന്നെയാണ് ഭൂരിപക്ഷവും യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകളുടെ വൈധവ്യം, കുട്ടികളുടെ അനാഥത്വം എന്നിവയുണ്ടാവും. ആ സമയത്ത് മാത്രമുള്ള ഒരു നിയമമാണെങ്കിൽ പോലും ആ നിയമം ഇന്നും പ്രസക്തമാണ്. ഏതു സമയത്തും യുദ്ധമുണ്ടാകാറുണ്ട്. ഏത് സമയത്തും യുദ്ധം മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം. ഏത് സമയത്തും സ്ത്രീകളുടെ എണ്ണം കൂടുന്ന അവസ്ഥയുണ്ടാവാം. അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ നിയമം അപ്രസക്തമാണ്, അപരിഷ്കൃതമാണ് എന്ന് പറയുന്നതിന്റെ ന്യായമെന്ത്?
നടേ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഇസ്ലാമിന്റെ പക്കൽ കൃത്യമായ പരിഹാര മാർഗങ്ങളുണ്ടോ? ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ പക്കലോ? യുദ്ധം മൂലം വിധവകളും അനാഥകളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എന്തു പരിഹാരമാണ് ബഹുഭാര്യത്വ വിരോധികളുടെ പക്കലുള്ളത്? പലപ്പോഴും ഇരട്ട മുഖം കാണിക്കുന്നു പലരും. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കുറെ കാലമായി ഇസ്ലാം വിരുദ്ധമായി നിലകൊള്ളുന്ന ഒരു ആനുകാലികമാണ്. അതിൽ മാസങ്ങളായുള്ള ചർച്ച കുടുംബമെന്ന സ്ഥാപനത്തെ തകർക്കുന്നത് എങ്ങനെ എന്നതാണ്. ലൈംഗികതയെ വിവാഹത്തിൽ നിന്നെങ്ങനെ വേർപെടുത്താമെന്നതാണ്. കുടുംബ ബാഹ്യമായ ലൈംഗികതയ്ക്ക് അംഗീകാരം നൽകണമെന്ന രൂപത്തിൽ സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ നിലനിൽക്കുന്ന പ്രസിദ്ധീകരണമാണ് മാതൃഭൂമി എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അതിൽ ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും ലൈംഗിക പങ്കാളികൾ എത്രയുമാകാം എന്നതാണ് മാതൃഭൂമി പക്ഷം. അങ്ങനെ പറയുന്ന മാതൃഭൂമി തന്നെ അവരെ നിയമപരമായി ഭാര്യമാരാക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നത് എങ്ങനെ ന്യായീകരിക്കാനാവും? അത് രണ്ടും കൂടി എങ്ങനെയാണ് യോജിക്കുക? യുക്തിവാദികളുടെ ആനുകാലികമായ യുക്തിവിചാരം മാസികയിൽ രസകരമായ ഒരു വൈരുദ്ധ്യമുണ്ടായി. ഒരു ലക്കം യുക്തിവിചാരം എഡിറ്റോറിയലിൽ ലൈംഗികതയെ വിവാഹത്തിൽ നിന്ന് വേർപെടുത്തേണ്ടതുണ്ടെന്ന് ശക്തിയായി വാദിച്ചു. അഥവാ വിവാഹേതരമായ ബന്ധങ്ങൾക്ക് അംഗീകാരം നൽകണമെന്നും അനുവദിക്കണമെന്നുമാണ് പത്രാധിപപക്ഷം. ഇതേ മാഗസിനിലെ അകത്തുള്ള ലേഖനം ഇസ്ലാമിലെ ബഹുഭാര്യത്വം അപരിഷ്കൃതം എന്ന് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു. എന്താണ് ഇതിനർത്ഥം? എത്ര സ്ത്രീകളുമായും പുരുഷന് ബന്ധപ്പെടാം, പക്ഷേ അവരെ നിയമപരമായി ഭാര്യമാരാക്കുന്നതാണ് തെറ്റ്. ഇതിന്റെ യുക്തിയും മാനവികതയും ധാർമ്മികതയും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് സ്ത്രീക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ? ഫെമിനിസ്റ്റുകൾ മറുപടി പറയേണ്ടതാണ്. ഒരു പെണ്ണ് ഭാര്യയായി തീരുന്നതാണോ അഭിസാരികയായി തീരുന്നതാണോ നല്ലത്? ഇസ്ലാമിന്റെ ഉത്തരം ഒന്നാമത്തേതാണ് നല്ലതെന്നാണ്. രണ്ടാമത്തേതാണ് ശരിയെന്ന് കരുതുന്നവർക്ക് സ്വീകരിക്കാം. ഇസ്ലാമിന് അവിടെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ കാതൽ പെണ്ണ് ഒരർത്ഥത്തിലും പീഡിപ്പിക്കപ്പെട്ടുകൂടാ എന്ന് തന്നെയാണ്. ഇസ്ലാം അനുവദിച്ച ബഹുഭാര്യത്വം നിലനിൽക്കുമ്പോൾ ഒരാളുടെ കീഴിലുള്ള ഭാര്യമാരെല്ലാം പുരുഷന്റെ നിയമപരമായ ഇണകളാണ്. അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് നിയമപരമായ പരിരക്ഷ ലഭിക്കും. ആ ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും അനന്തരാവകാശ സ്വത്ത് ലഭിക്കും. എല്ലാ ഭാര്യമാർക്കും ലൈംഗിക സംതൃപ്തി അനുഭവിക്കാനുള്ള അവസരമുണ്ട്, അവകാശവുമുണ്ട്. അവരോട് അനീതിയോടുകൂടി ഒരു കാരണവശാലും പെരുമാറിക്കൂടാ. പിന്നെ എങ്ങനെയാണ് അത് മാനവിക വിരുദ്ധമാവുക? ഇത് മാനവിക വിരുദ്ധമാണെന്ന് വാദിക്കുന്നവർ തന്നെയാണ് ലൈംഗികതയുടെ ഉദാരീകരണത്തിന് വേണ്ടിയും ലൈംഗിക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും കുടുംബ ബാഹ്യമായ ലൈംഗികതയുടെ അംഗീകാരത്തിന് വേണ്ടിയും ശബ്ദമുയർത്തുന്നത്. ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിക്കണമെന്ന് വാദിക്കുന്നവർ ധാർമ്മികതയുടെ ആരാച്ചാർമാരാണെന്ന വസ്തുതയാണ് നമുക്കിവിടെ ബോധ്യമാകുന്നത്. ബഹുഭാര്യത്വ വിരോധികളുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക സമൂഹത്തിൽ നിലനിൽക്കുന്ന ശക്തമായ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായ കുടുംബമെന്ന സ്ഥാപനം തകർക്കുകയാണ്. അത് തകർത്തു കഴിഞ്ഞാൽ മാത്രമേ മുസ്ലിങ്ങളെ കൂടി തങ്ങൾക്കാവശ്യമായ ലൈംഗിക ഉദാരീകരണത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം. വിവാഹവും കുടുംബവും തകർത്തു കഴിഞ്ഞാൽ ലൈംഗിക ഉദാരീകരണമാണ് പകരമായി വരുന്നത്. ഫ്രീ സെക്സിനെ കുറിച്ച വിൽഹം റീഖിന്റെ സങ്കല്പത്തിന്റെ പ്രയോഗവൽക്കരണം. എന്നാൽ സ്വതന്ത്ര ലൈംഗികതയ്ക്ക് മുമ്പിൽ ഇസ്ലാമിക നിയമങ്ങൾ ശക്തമായ പ്രതിരോധം തീർത്ത് നിലകൊള്ളുന്നു. ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടി വരികയാണെങ്കിൽ അതിന് അവന്റെ പ്രകൃതി അനിവാര്യമാക്കുന്നുവെങ്കിൽ അവന് വിവാഹം കഴിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ വിവാഹത്തിന്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള മാർഗം സ്വതന്ത്ര ലൈംഗികതയുടേതാണ്. ലൈംഗിക അരാജകത്വത്തിന് കേരളത്തെ മാർക്കറ്റാക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെല്ലാം. ബഹുഭാര്യത്തെ എതിർക്കുമെന്ന് പുരോഗമനം പറയുന്ന അതേ ആളുകൾ തന്നെയാണ് ഇന്ത്യയിൽ സ്വവർഗരതി നിയമം മൂലം അനുവദിക്കേണ്ടതുണ്ടെന്ന് പറയുന്നതും. സ്വവർഗരതി എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷന്മാർക്ക് പുരുഷന്മാരുമായി ബന്ധപ്പെടാനുള്ള അവസരമാണത്. സ്ത്രീകൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെടാനുള്ള അവസരമാണ്. ഒരു പുരുഷന് എത്ര പുരുഷന്മാരുമായും ബന്ധപ്പെടാം, പക്ഷേ അയാൾ ഒന്നിലധികം സ്ത്രീകളെ നിയമാനുസൃതമായ ഇണകളായി സ്വീകരിച്ചുകൂടാ. ഇതാണോ പുരോഗമനവാദം? ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ലൈംഗിക ഉദാരീകരണത്തിന് മുസ്ലിങ്ങളെ അടക്കം സജ്ജമാക്കുക എന്നതാണ് ബഹുഭാര്യത്വ വിരോധത്തിന്റെ ലക്ഷ്യമെന്നാണ്. ഖുർആനിൽ തന്നെ ബഹുഭാര്യത്വത്തെ നിരുത്സാഹപ്പെടുത്തുന്ന, അത് ഒരിക്കലും സാധ്യമല്ലെന്ന് വ്യക്തമാക്കുന്ന വചനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഏകപത്നി വ്രതത്തെയാണ് ബഹുഭാര്യത്വത്തെയല്ല അംഗീകരിക്കുന്നതെന്നും ചിലർ വാദിക്കാറുണ്ട്. അടിസ്ഥാനരഹിതമാണ് ഈ വാദം. സൂറത്തുൻ നിസായിലെ 129 വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാദം ഉന്നയിക്കപ്പെടുന്നത്. പ്രസ്തുത വചനം യഥാർത്ഥത്തിൽ എന്താണ് വ്യക്തമാക്കുന്നതെന്ന് അത് കൃത്യമായി പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. وَلَن تَسْتَطِيعُوا أَن
تعدلوا بين النساء ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة وإن تصلحوا وتتقوا فإن الله كان غفورا رحيما. നിങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ഭാര്യമാർക്കിടയിൽ തുല്യനീതി പാലിക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ല. അതിനാൽ നിങ്ങൾ ഒരാളിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞുകൊണ്ട് മറ്റവളെ കെട്ടിയിട്ടവളെപ്പോലെ വിട്ടേക്കരുത്. നിങ്ങൾ പെരുമാറ്റം നന്നാക്കി തീർക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന പക്ഷം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഖുർആൻ 4-ാം അധ്യായം 129-ാം സൂക്തം. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. തുല്യനീതി എന്നുള്ളതുകൊണ്ടുള്ള വിവക്ഷ എല്ലാ അർത്ഥത്തിലുമുള്ള നീതി പാലിക്കലാണ്. ഒരാളുടെ കീഴിൽ 2 ഭാര്യമാരുണ്ടാകുമ്പോൾ ഒരുവളോട് കൂടുതൽ ഇഷ്ടമുണ്ടാവാം. ഇഷ്ടം മാനസികമായ ഒരു പ്രതിഭാസമാണ്. ആ ഇഷ്ടം നിങ്ങളുടെ പെരുമാറ്റങ്ങളെ ഒരർത്ഥത്തിലും സ്വാധീനിക്കരുതെന്നാണ് ഖുർആൻ പറയുന്നത്. ആയത്ത് പൂർണ്ണമായും വായിക്കാതെ അതിന്റെ ആദ്യ ഭാഗം മാത്രം വായിക്കുന്നതിനാലാണ് കുഴപ്പമുണ്ടാകുന്നത്. നിങ്ങൾ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിച്ചുകൂടെന്നല്ല, മറിച്ച് തുല്യനീതി പാലിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്നാണ് ഈ ഖുർആൻ വചനം വ്യക്തമാക്കുന്നത്. എല്ലാ അർത്ഥത്തിലുമുള്ള നീതി മനുഷ്യരെന്ന നിലയ്ക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങളുടെ അധീനത്തിൽ മാത്രമല്ല ഉണ്ടാവുക. സ്വാഭാവികമായും 2 ആളുകളുടെയും പ്രതികരണങ്ങളുടെ വ്യത്യാസമനുസരിച്ച് നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടവും ഇഷ്ടക്കേടുകളും ഉണ്ടാവാം. അവരുടെ സ്വഭാവവും കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അങ്ങനെ ഒരാളോട് ഇഷ്ടമോ ഇഷ്ടക്കേടോ ഉണ്ടായാലും നിങ്ങൾ ഒരാളെ കെട്ടിയിട്ടതുപോലെയാക്കരുത്. ആ പ്രയോഗം വളരെ കൃത്യമാണ്. ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തിൽ പോലും ഒരാളെ മാത്രം പരിഗണിച്ച് മറ്റൊരാളെ പരിഗണിക്കാതിരിക്കുന്ന സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. ഖുർആൻ പറയുന്നത് അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണല്ലോ ഖുർആൻ വിശദീകരിച്ച് തരേണ്ടത്. നിങ്ങൾക്കൊരിക്കലും നീതി പുലർത്താൻ സാധ്യമല്ലെന്ന് ഖുർആൻ പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിവാഹം ചെയ്തുകൂടാ എന്നാണെന്ന് മനസ്സിലാക്കി ബഹുഭാര്യത്വത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിഞ്ഞു നിന്നിട്ടില്ല. ഇതിൽ നിന്ന് സഹാബികൾ ആരും തന്നെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച ആദിമ തലമുറക്കാരെങ്കിലും ഖുർആനിൽ നിന്ന് ഭാര്യമാരോട് തുല്യനീതി പുലർത്താൻ നമുക്കൊരിക്കലും സാധ്യമല്ല, അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു തരുന്നത് നമ്മൾ മറ്റൊരു വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് എന്ന് കരുതി ഏകപത്നി വ്രതത്തിൽ ഏർപ്പെട്ടതായി കാണുന്നില്ല. ഖുർആനിലെ ആയത്ത് എന്ത് വിവക്ഷിക്കുന്നുവെന്നത് ആ ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിൽ നിന്നും സ്വഹാബിമാരുടെ പ്രയോഗവൽക്കരണത്തിൽ നിന്നും അത് സ്പഷ്ടമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ഖുർആൻ ഉദ്ദേശിക്കാത്ത ഒരർത്ഥത്തിലേക്ക് ഈ വചനത്തെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നത് ഏതായിരുന്നാലും ശരിയല്ല. അധ്യായം 6. ബഹുഭർത്തൃത്വം പരിഹാരമല്ല. പുരുഷന് ബഹുഭാര്യത്വം അനുവദിക്കുമ്പോൾ സ്ത്രീക്ക് എന്തുകൊണ്ട് ബഹുഭർത്തൃത്വം അംഗീകരിച്ചുകൂടാ എന്ന ചോദ്യം പലപ്പോഴും ഉന്നയിക്കപ്പെടാറുണ്ട്. അതിന് നേർക്കുനേരെയുള്ള ഉത്തരം ഒറ്റവാചകമാണ്: ബഹുഭാര്യത്വം പ്രകൃതിപരമാണ്, അതിനാൽ ഇസ്ലാം അത് അംഗീകരിക്കുന്നു. ബഹുഭർത്തൃത്വം പ്രകൃതി വിരുദ്ധമാണ്, അതിനാൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? നടേ സൂചിപ്പിച്ച പോലെ ചില പുരുഷന്മാർക്കെങ്കിലും ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ട പ്രകൃതിപരമായ ചില കാരണങ്ങളുണ്ടാവും. എന്നാൽ സ്ത്രീ പ്രകൃതി അങ്ങനെയുള്ളതല്ല. അവൾക്ക് ഒന്നിലധികം പുരുഷന്മാർ ആവശ്യമായി വരുന്ന അവസ്ഥകളൊന്നും തന്നെയില്ല. ഈ രംഗത്തെ ലൈംഗിക ശാസ്ത്ര പഠനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ഇത്തരമൊരു അവസ്ഥ സ്ത്രീകൾക്കുണ്ടാകുമെന്ന് ലൈംഗിക ശാസ്ത്രജ്ഞന്മാരൊന്നും പറയുന്നില്ല. ആരോഗ്യമുള്ള ഒരു പുരുഷനുള്ളിടത്തോളം ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെ അവളുടെ ലൈംഗികതയ്ക്ക് പ്രകൃതിപരമായ ആവശ്യമായി ഉപയോഗിക്കേണ്ടി വരുമെന്ന് വിലാസമുള്ള ഏതെങ്കിലും ഒരു ലൈംഗിക ശാസ്ത്രജ്ഞൻ വസ്തുനിഷ്ഠമായി തെളിയിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്. എന്നാൽ അതല്ല വസ്തുത. സ്ത്രീക്ക് ബഹുഭർത്തൃത്വത്തിന് കഴിയില്ല. സ്ത്രീയുടെ മനസ്സും ശരീരവും ആ രൂപത്തിലുള്ളതാണ്. ലൈംഗിക തൊഴിലാളികളില്ലേ എന്ന് മറുചോദ്യം ഉന്നയിക്കപ്പെടാവുന്നതാണ്. ലൈംഗിക തൊഴിലാളികൾ അതിനെ തൊഴിലായി സ്വീകരിച്ചവരാണ്. അതിനായി അവരുടെ ശരീരവും മനസ്സും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. 2, 3, 4 ഇണകളുണ്ടാവട്ടെ, പുരുഷന് അവർക്ക് ഓരോരുത്തർക്കും തൻ്റെ മനസ്സിൽ സ്ഥാനം അനുവദിക്കാനും സ്നേഹം കൊടുക്കാനും ആവശ്യമായ അവകാശങ്ങൾ കൊടുക്കാനും ലൈംഗികമായി അവരെയെല്ലാം തൃപ്തിപ്പെടുത്താനും കഴിയും. എന്നാൽ സ്ത്രീക്കോ ഒന്നിലധികം പുരുഷന്മാരെ തങ്ങളുടെ മനസ്സുകൾക്കകത്തേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബഹുഭർത്തൃത്വം പ്രകൃതി വിരുദ്ധമാണ്. പല പുരാതന സമൂഹങ്ങളിലും ബഹുഭർത്തൃത്വം നിലനിന്നിരുന്നുവെന്നത് നേരാണ്. ടിബറ്റ്, സിലോൺ, സൈബീരിയ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം
ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ബഹുഭർത്തൃത്വം നിലനിന്നിരുന്നു. ഇന്ത്യയിലാകട്ടെ ഇതിഹാസകാലത്ത് ഈ സമ്പ്രദായം നിലനിന്നിരുന്നുവെന്ന് മനസ്സിലാവുന്നുണ്ട്. വേദകാലത്ത് ബഹുഭർത്തൃത്വം നിലനിന്നിരുന്നതായി യാതൊരു സൂചനകളുമില്ല. ഐതരേയ ബ്രാഹ്മണത്തിലും തൈത്തിരീയ സംഹിതയിലും ബഹുഭാര്യത്വത്തെക്കുറിച്ച സൂചനകളുണ്ടെങ്കിലും ബഹുഭർത്തൃത്വത്തെക്കുറിച്ച യാതൊരു പരാമർശവുമില്ലെന്ന വസ്തുത വേദകാലത്ത് ആ സമ്പ്രദായം നിലനിന്നിരുന്നില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ മഹാഭാരതത്തിലെ പാഞ്ചാലിയുടെ കഥയിൽ നിന്ന് ഇവിടെ ഇതിഹാസകാലമായപ്പോഴേക്ക് ബഹുഭർത്തൃത്വ സമ്പ്രദായം നിലവിൽ വന്നിരുന്നുവെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത കാലം വരെയും കേരളത്തിൽ ബഹുഭർത്തൃത്വം നിലനിന്നിരുന്നു. കൊല്ലന്മാർക്കിടയിലും ആശാരിമാർക്കിടയിലും അനേകം സഹോദരന്മാർക്ക് ഒരു ഭാര്യ എന്ന സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. ഈഴവന്മാർക്കിടയിലും നായന്മാർക്കിടയിലുമെല്ലാം ഇത് നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. മലബാറിലും തിരുവിതാംകൂറിലും നായന്മാർക്കിടയിൽ നിലനിന്നിരുന്ന സംബന്ധം പ്രസിദ്ധമാണല്ലോ. സുന്ദരികളായ സ്ത്രീകൾക്ക് 4ഉം 5ഉം സംബന്ധക്കാരുണ്ടായിരുന്നുവത്രേ. ബഹുഭർത്തൃത്വം അഭികാമ്യമായ ഒരു സാമൂഹ്യ സ്ഥാപനമായിരുന്നെങ്കിൽ ഈ സമൂഹങ്ങൾ അത് നിലനിർത്തേണ്ടതായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ഈ സമൂഹങ്ങളിലെല്ലാം ഒരു പ്രത്യേക കാലത്ത് മാത്രമാണ് ബഹുഭർത്തൃത്വം നിലനിന്നത്. കാലാന്തരത്തിൽ പ്രസ്തുത സമൂഹങ്ങൾ തന്നെ ബഹുഭർത്തൃത്വ സമ്പ്രദായം ഉപേക്ഷിക്കുകയായിരുന്നു. പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പെൺകോയ്മയിൽ അധിഷ്ഠിതമായ ബഹുഭർത്തൃത്വ സമ്പ്രദായം ഉപേക്ഷിക്കപ്പെട്ടത് എന്ന വാദത്തിൽ കഴമ്പില്ല. രതിസുഖം അനുഭവിക്കുന്ന പുരുഷന് ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാൻ സൗകര്യം നൽകുന്നതാണ് ബഹുഭർത്തൃത്വ വ്യവസ്ഥ. അതുകൊണ്ട് തന്നെ ആൺകോയ്മ ബോധപൂർവം ഉപേക്ഷിച്ചതാണ് അതെന്ന് കരുതാൻ ന്യായമില്ല. ഒരു സ്ഥാപനമെന്ന നിലയ്ക്ക് സമൂഹത്തിന്റെ സന്തുലിതത്വം നിലനിർത്തുവാൻ സാധിക്കാത്തതിനാൽ സ്വാഭാവികമായി ബഹുഭർത്തൃത്വം ഇല്ലാതാവുകയാണ് ചെയ്തത്. ജോർജ് പീറ്റർ മാഡോക്കിന്റെ പഠനത്തിന് വിധേയമായ 1170 നാഗരികതകളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ബഹുഭർത്തൃത്വം പേരിനെങ്കിലും നിലനിന്നിരുന്നത് എന്ന വസ്തുത അതൊരു സ്വീകാര്യമായ വ്യവസ്ഥിതിയായി ചരിത്രത്തിലൊന്നും ദീർഘകാലം നിലനിന്നിട്ടില്ലെന്ന വസ്തുത വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീവിരുദ്ധവുമാണ് യഥാർത്ഥത്തിൽ ബഹുഭർത്തൃത്വം. ബഹുഭാര്യത്വത്തിൽ 2, 3, 4 ഇണകളുണ്ടാകട്ടെ 4 പേരും പരിഗണിക്കപ്പെടുകയാണ്. എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കപ്പെടുകയാണ്. അവർക്കെല്ലാം ജീവസന്ധാരണത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കപ്പെടുകയും അവർക്കെല്ലാം ലൈംഗികമായ അവകാശങ്ങൾ നൽകപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ബഹുഭർത്തൃത്വത്തിലോ ഒന്നാമത്തെ പ്രശ്നം ലൈംഗികതയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പെണ്ണിന് ലൈംഗികതയുടെ ഉണർവിന് സ്വകാര്യതയും സ്പർശവുമാണ് ആവശ്യം. സ്വകാര്യതയില്ലാതെ അവൾക്ക് സംതൃപ്തമായ ലൈംഗിക ബന്ധം സാധ്യമാകില്ല. ലൈംഗികമായ ഉണർവുണ്ടാകുവാൻ അവൾക്ക് സാഹചര്യമുണ്ടാകണം, സ്വകാര്യതയുണ്ടാകണം, ഒപ്പം തന്നെ സ്പർശവും ഉണ്ടാവണം. സ്ത്രീ ലൈംഗികതയുടെ ഉദ്ദീപനത്തിന്റെ കേന്ദ്രമാണ് സ്പർശനം. അപ്പോഴാണ് അവൾക്ക് ആസക്തി ഉണ്ടാകുന്നത്. നേരെ മറിച്ച് പുരുഷന് കാഴ്ചയാണ് ഉദ്ദീപനത്തിന്റെ കേന്ദ്രബിന്ദു. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ കൂടാതെ തന്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യയുണ്ടെങ്കിലും ലൈംഗികതയുടെ കാര്യത്തിൽ ഒരു പ്രയാസമുണ്ടാകുന്നില്ല. അവന്റെ സാന്നിധ്യത്തിലും അവന്റെ സ്വകാര്യതയിലുമല്ലാതെ അവൾക്ക് അവൻ ലൈംഗികമായി അനിവാര്യമായി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. എന്നാൽ പുരുഷനതല്ലതാനും. പുരുഷന്റെ പ്രധാന ഉത്തേജനത്തിന്റെ കേന്ദ്രം കണ്ണാണ്. കാഴ്ച മൂലം അവൻ പ്രലോഭിതനാവുകയും ആസക്തനാവുകയും ചെയ്യും. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ പുറത്ത് ഏതെങ്കിലും പെണ്ണിനെ കണ്ട് ആഗ്രഹം തോന്നിപ്പോയാൽ നിങ്ങളുടെ വീടുകളിലെ ഇണകളിലേക്ക് പോകണം എന്ന്. പുരുഷന്റെ പ്രകൃതിപരമായ സ്വാഭാവികതയാണത്. ആസക്തനായാൽ ഇണകളിൽ എത്തിച്ചേരാനുള്ള മാർഗം വേണം. താൻ ആഗ്രഹത്തോടുകൂടി ഇണയുടെ അടുത്തെത്തുമ്പോൾ അവളോടൊപ്പം മറ്റൊരു ഭർത്താവുണ്ടാവുന്നത് പ്രശ്നം സൃഷ്ടിക്കും. വലിയ കുഴപ്പത്തിന് അത് കാരണമാകും. ഇത്തരം കുഴപ്പങ്ങളിൽ പുരുഷനേക്കാൾ അധികം പ്രയാസപ്പെടേണ്ടി വരിക സ്ത്രീയായിരിക്കും. ബഹുഭാര്യത്വം പോലെ ഒരു അവകാശമല്ല ബഹുഭർത്തൃത്വം. ബഹുഭാര്യത്വത്തിലൂടെ സ്ത്രീ സംരക്ഷിക്കപ്പെടുകയും സാമൂഹികമായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്യുമ്പോൾ ബഹുഭർത്തൃത്വം മുഖേന സ്ത്രീയുടെയോ പുരുഷന്റെയോ ഒരു അവകാശവും നിറവേറ്റപ്പെടുകയോ സാമൂഹികമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ബഹുഭർത്തൃത്വം ഒന്നിനും ഒരു പരിഹാരമല്ല, മറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ്. കുടുംബജീവിതം തകരാറിലാവുകയും സാമൂഹിക ഭദ്രത തകരുകയുമാണ് ഇതിന്റെ ഫലം. വൈവാഹിക ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശങ്ങളിൽ ഒന്നുപോലും ബഹുഭർത്തൃത്വം മുഖേന നിറവേറ്റപ്പെടുന്നില്ല. സ്ത്രീയുടെ നിലവാരം ഇടിയുകയും അവൾ അടിമയായി ആപതിക്കുകയും ചെയ്യുകയാണ് ബഹുഭർത്തൃത്വത്തിന്റെ പ്രായോഗിക പരിണതി. ബഹുഭർത്തൃത്വം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. 1. ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തിൽ വിവിധ ഭർത്താക്കന്മാർക്കിടയിൽ പെരുമാറ്റച്ചട്ടം ആവശ്യമായി വരുന്നു. മഹാഭാരതത്തിൽ ബഹുഭർത്തൃത്വം സ്വീകരിച്ച ദ്രൗപദിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സംഭവം ഇതിന് തെളിവാണ്.
പഞ്ചപാണ്ഡവരിൽ ഓരോരുത്തർക്കും 2.5 മാസക്കാലം വീതം പാഞ്ചാലി വീതിച്ചു നൽകിയിരുന്നുവത്രേ. ഒരാളോടൊപ്പം ശയനമുറിയിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരൊന്നും കടന്നു വരരുതെന്നായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്ന കരാർ. ഒരിക്കൽ യുധിഷ്ഠിരനും പാഞ്ചാലിയും കൂടി ശയനമുറിയിലായിരിക്കുമ്പോൾ അർജുനൻ അങ്ങോട്ട് കടന്നു ചെന്നുകൊണ്ട് കരാർ ലംഘിച്ചു. ഇതിനുള്ള പ്രായശ്ചിത്തമായി അർജുനന് 12 വർഷത്തെ വനവാസത്തിന് പോകേണ്ടി വന്നു എന്നാണ് കഥ. ലൈംഗിക ബന്ധത്തിന്റെ കാര്യത്തിൽ പെരുമാറ്റച്ചട്ടമുണ്ടാക്കുന്നതിന്റെ അപ്രായോഗികത ഈ കഥയിൽ നിന്ന് സുതരാം വ്യക്തമാവുന്നുണ്ട്. വിവിധ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഘട്ടനത്തിനും പ്രശ്നങ്ങൾക്കും അത് നിമിത്തമാകുന്നു. 2. ഗർഭധാരണത്തിന് ശേഷമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒന്നിലധികം ഭർത്താക്കന്മാരുള്ള സ്ത്രീ ഗർഭിണിയായാൽ ആരാണ് പ്രസ്തുത ഗർഭത്തിന് ഉത്തരവാദി എന്ന് തീരുമാനിക്കാനാവില്ല. ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട ശുശ്രൂഷയെയും പരിചരണത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ഗർഭിണിക്ക് അസ്വസ്ഥതയും കഷ്ടതയും മാത്രമായിരിക്കും ഇത്തരമൊരു അവസ്ഥയിലുണ്ടാവുക. ഗർഭസ്ഥ ശിശു ആരുടേതാണെന്ന് അറിയാത്തതിനാൽ ആരും തന്നെ ആത്മാർത്ഥമായ ശുശ്രൂഷയ്ക്ക് തയ്യാറാവുകയില്ല. സ്നേഹം മനസ്സിനകത്തുനിന്ന് സ്വമേധയാ നിർഗളിക്കുന്നതാണ്, യാന്ത്രികമായി നിർമ്മിച്ചെടുക്കാവുന്നതല്ല. ഗർഭിണികളുടെ ശുശ്രൂഷയും മറ്റു പരിചരണങ്ങളും സ്നേഹത്തിൽ നിന്ന് ഉയർകൊള്ളുന്നതാണ് ആവണം. അല്ലാത്ത പക്ഷം അത് യാന്ത്രികമായിരിക്കും. ഭർത്താവിൽ നിന്നും പരിചാരികയിൽ നിന്നും ലഭിക്കുന്ന ശുശ്രൂഷകൾ തമ്മിൽ അത്തരം അവസ്ഥയിൽ വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. ഗർഭിണി ആഗ്രഹിക്കുന്നത് അതല്ല. ഗർഭത്തിന്റെ ഉത്തരവാദിയിൽ നിന്നുള്ള സ്നേഹോഷ്മളമായ പരിചരണമാണ് അവൾക്കാവശ്യം. അത് ആരാണെന്നറിയാത്തതിനാൽ അത്തരമൊരു പരിചരണം ലഭിക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ബഹുഭർത്തൃത്വം സ്ത്രൈണ പ്രകൃതിയോട് തന്നെ ചെയ്യുന്ന അനീതിയായി ഭവിക്കും. 3. കുട്ടികളുടെ പിതൃത്വത്തിന്റെ പ്രശ്നം. ബഹുഭർത്തൃത്വത്തിലൂടെ ഉണ്ടാവുന്ന കുട്ടികളുടെ പിതാക്കൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം കുട്ടികൾക്ക് ലഭിക്കാതിരിക്കുന്നതിന് ഇത് കാരണമാകുന്നു. കുട്ടികളുടെ സംരക്ഷണം മാതാക്കളുടെ ബാധ്യതയായി തീരുന്നു. അത് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. രക്തപരിശോധനയിലൂടെയും DNA വിരലടയാള പരിശോധനയിലൂടെയും യഥാർത്ഥ പിതാവിനെ കണ്ടുപിടിക്കാമല്ലോ എന്ന് വേണമെങ്കിൽ വാദിക്കാമെന്നത് ശരിയാണ്. പക്ഷേ ഒരു കുഞ്ഞിന് പിതൃവാത്സല്യം ലഭിക്കണമെങ്കിൽ ലാബറട്ടറി റിസൾട്ട് കാത്തിരിക്കണമെന്ന സാഹചര്യം എന്തുമാത്രം വലിയ അനീതിയല്ല. വൈദ്യപരിശോധനയിലൂടെ തെളിയിക്കപ്പെട്ട പിതൃത്വത്തിന് തന്റെ സന്താനങ്ങളോട് എത്രത്തോളം വൈകാരികമായ ബന്ധമുണ്ടാവുമെന്ന് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ പിതൃപുത്ര ബന്ധത്തിന് പ്രകൃതി നിശ്ചയിച്ച വൈകാരിക ഭാവങ്ങൾക്ക് വിരുദ്ധമാണ് ബഹുഭർത്തൃത്വം എന്ന സമ്പ്രദായം. 4. അനന്തരാവകാശത്തിന്റെ പ്രശ്നം. പിതാവിനെ തിരിച്ചറിയാതിരിക്കുന്നത് മൂലം വന്നു ഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ബഹുഭർത്തൃത്വത്തിലൂടെ ജനിച്ച കുഞ്ഞിന് ഏത് ഭർത്താവിന്റെ സ്വത്താണ് നൽകുക? കുഞ്ഞുങ്ങൾക്കെല്ലാം തുല്യമായി വീതിക്കാമെന്ന് കരുതാൻ കഴിയില്ല. ഒരു ഭർത്താവ് പണക്കാരനും മറ്റേയാൾ പാവപ്പെട്ടവനുമായിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അത്തരം അവസരങ്ങളിൽ ഏതൊക്കെ മക്കൾക്ക് ആരുടെയൊക്കെ സ്വത്താണ് വീതിക്കുക? ഏതെങ്കിലും ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ എല്ലാ മക്കൾക്കും സ്വത്ത് നൽകണമോ? അതല്ല അയാളുടെ മക്കൾക്ക് മാത്രം നൽകണമോ? ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. 5. വാർദ്ധക്യത്തിലെ സംരക്ഷണത്തിന്റെ പ്രശ്നം. ഒന്നിലധികം ഭർത്താക്കന്മാരുള്ള സ്ത്രീയെ ആരാണ് സംരക്ഷിക്കുക? വാർദ്ധക്യത്തിൽ അവരുടെ തുണയ്ക്ക് ആരാണുണ്ടാവുക? അവളുടെ സംരക്ഷണ ഉത്തരവാദിത്തം ഭർത്താക്കന്മാർ പങ്കിട്ടെടുത്തുവെന്ന് കരുതുക. അത്തരമൊരവസ്ഥയിൽ ഈ സംരക്ഷണം തികച്ചും യാന്ത്രികമായിരിക്കും. സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന സംരക്ഷണമല്ല അപ്പോൾ ലഭിക്കുക. സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാവാനും അങ്ങനെ സ്ത്രീ അരക്ഷിതയായി തീരുവാനുള്ള സാധ്യതയുമുണ്ട്. സ്ത്രീയുടെ സംരക്ഷണത്തിനു വേണ്ടി ജഗന്നിയന്താവ് നിശ്ചയിച്ച സംവിധാനങ്ങളെ നിഷേധിക്കുന്നവർക്ക് മാത്രമേ ബഹുഭർത്തൃത്വം കരണീയമായി തോന്നൂ. 6. പുരുഷന്മാർ തമ്മിലുള്ള കലഹം. ഭാര്യയെ ചൊല്ലി ഭർത്താക്കന്മാർക്കിടയിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയേറെയാണ്. ലൈംഗിക ബന്ധത്തിന്റെയും കുഞ്ഞിന്റെ പിതൃത്വത്തിന്റെയും എല്ലാം പേരിൽ കലഹങ്ങൾ ഉണ്ടാവാം. ഈ കലഹങ്ങൾ കുടുംബ സംവിധാനത്തിന്റെ തകർച്ചയ്ക്കും സ്ത്രീയുടെ നാശത്തിനും നിമിത്തമാകും. പ്രകൃതിമതമായ ഇസ്ലാം ബഹുഭർത്തൃത്വം അനുവദിക്കാത്തത് അത് തീർത്തും പ്രകൃതി വിരുദ്ധമായതുകൊണ്ടാണെന്ന വസ്തുതയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. ബഹുഭാര്യത്വം അനുവദിച്ച ഇസ്ലാം എന്തുകൊണ്ടാണ് ബഹുഭർത്തൃത്വം അനുവദിക്കാത്തത് എന്നാണല്ലോ വിമർശകർ ഉന്നയിക്കുന്ന ചോദ്യം. ബഹുഭാര്യത്വം പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. ബഹുഭർത്തൃത്വമാകട്ടെ ഒരു പ്രശ്നം മാത്രമാണ്, ഒന്നിനുമുള്ള പരിഹാരമല്ല എന്നാണ് അതിനുള്ള ഉത്തരം. ബഹുഭാര്യത്വം സ്വീകരിക്കുവാൻ പുരുഷനെ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങൾക്ക് സമാനമായ സാഹചര്യങ്ങൾ സ്ത്രീകൾക്കുണ്ടായാൽ അവർക്ക് എന്ത് പരിഹാരമാണുള്ളത് എന്ന ചോദ്യം ഉയരാം. പ്രസ്തുത പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമുണ്ടാവുകയില്ല. 1. വൈയക്തികമായ പ്രശ്നങ്ങൾ.
സ്ത്രീയുടെ ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ഒന്നിലധികം പുരുഷന്മാരെ ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ തീരെ ഇല്ലെന്നു തന്നെ പറയാം. ആരോഗ്യവാനായ ഒരു പുരുഷൻ തന്നെ സ്ത്രീക്ക് തന്റെ ലൈംഗിക ആവശ്യത്തിന് ധാരാളമാണ്. സ്ത്രീയുടെ ആർത്തവം, പ്രസവം തുടങ്ങിയ അവസ്ഥകളിൽ ലൈംഗികാസക്തനായ പുരുഷൻ പ്രയാസപ്പെടുന്നത് പോലെ സ്ത്രീയുമായി ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന അവസ്ഥകളൊന്നും സാധാരണ നിലയിൽ പുരുഷനില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി ഒന്നിലധികം പുരുഷന്മാരെ ഭർത്താക്കന്മാരാക്കേണ്ട ആവശ്യം വരുന്നില്ല. പുരുഷന്റെ ലൈംഗിക ശേഷിയില്ലായ്മ, വന്ധ്യത എന്നിവയാണ് മറ്റു മുഖ്യ പ്രശ്നങ്ങൾ. പുരുഷനിൽ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ ബീജരാഹിത്യം, ബീജങ്ങളുടെ ചലനശേഷിയില്ലായ്മ, ശുക്ലത്തിലെ ബീജങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, ഉൽപാദന ഗ്രന്ഥികളുടെ തകരാറുകൾ എന്നിവയാണ്. ഇവയൊന്നും സ്ഥിരമായ വന്ധ്യതയ്ക്കുള്ള കാരണമല്ല. എല്ലാം ഫലപ്രദമായ ചികിത്സ കൊണ്ട് മാറ്റാവുന്നതാണ്. പുരുഷന് ലൈംഗിക ശേഷിയില്ലെങ്കിൽ സ്ത്രീക്ക് അയാളിൽ നിന്ന് വിവാഹമോചനം നേടാവുന്നതാണ്. ലൈംഗിക ശേഷിയില്ലാത്ത ഒരു പുരുഷനോടൊപ്പം ജീവിക്കുവാൻ ഇസ്ലാം സ്ത്രീയെ നിർബന്ധിക്കുന്നില്ല. അത്തരം അവസ്ഥയിൽ വിവാഹമോചനം തന്നെയാണ് യുക്തമായ പരിഹാരം, ബഹുഭർതൃത്വമല്ല. 2. സാമൂഹികമായ പ്രശ്നങ്ങൾ. പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടേതിനേക്കാൾ കൂടുന്ന അവസ്ഥയിൽ ബഹുഭർതൃത്വം അനുവദിച്ചുകൂടെ എന്ന് ചോദിക്കാവുന്നതാണ്. ഇത്തരമൊരവസ്ഥ സാധാരണഗതിയിൽ സംജാതമാവുകയില്ല എന്നതാണ് അതിനുള്ള ഉത്തരം. സാധാരണ നടക്കുന്ന പ്രസവങ്ങളിൽ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാധ്യത തീരെയില്ല. യുദ്ധങ്ങളിലോ മറ്റോ സ്ത്രീകൾ കൂടുതലായി കൊല്ലപ്പെടുകയും സ്ത്രീകളെക്കാൾ അധികം പുരുഷന്മാർ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല. അപ്പോൾ സ്ത്രീ പുരുഷ അനുപാതത്തിൽ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുക എന്നത് ഇല്ലാത്ത പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള പരിഹാരമായി ബഹുഭർതൃത്വം നിർദ്ദേശിക്കുന്നത് വ്യർത്ഥമാണ്. ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങളിൽ ഈ അടുത്ത കാലത്തെ ജനസംഖ്യാ കണക്കെടുപ്പിൽ പുരുഷന്മാരുടെ എണ്ണമാണ് സ്ത്രീകളെക്കാൾ കൂടുതലെന്ന വസ്തുത ഈ വാദത്തിനെതിരിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അതിനുള്ള കാരണമെന്താണ്? സ്ത്രീ ഭ്രൂണഹത്യ. ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തി പിറക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെങ്കിൽ അതിനെ ഗർഭത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കുന്ന ക്രൂരമായ ഏർപ്പാടിന്റെ പരിണിത ഫലമാണിത്. പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന പ്രാകൃത സമ്പ്രദായത്തിന്റെ പുനരാഗമന ഫലം. ഇത് ഖുർആൻ ശക്തമായി വിമർശിച്ചിട്ടുള്ളതാണ്. 16-ാം അധ്യായം 59-ാം സൂക്തം, 6-ാം അധ്യായം 137-ാം സൂക്തം, 17-ാം അധ്യായം 31-ാം സൂക്തം, 81-ാം അധ്യായം 9-ാം സൂക്തം. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ പെൺഭ്രൂണഹത്യകളോ ആൺഭ്രൂണഹത്യകളോ ഉണ്ടാവില്ല. സ്വാഭാവികമായ പ്രസവം നടക്കുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകളുടെ എണ്ണമാണ് കൂടുതലുണ്ടാവുക. പ്രകൃതിയിലെ സംവിധാനം അങ്ങനെയുള്ളതാണ്. ഇനി ഒരു രാജ്യത്ത് സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരുടേതിനേക്കാൾ കുറവാണെങ്കിൽ തന്നെ അവിടെ ജീവിക്കുന്ന പുരുഷന്മാർക്ക് അയൽ നാടുകളിൽ പോയി ഭാര്യമാരെ കണ്ടെത്താവുന്നതാണ്. പുറം നാടുകളിൽ സഞ്ചരിക്കുവാനും അവിടെ ഇണകളെ കണ്ടെത്തുന്നതിനും സ്ത്രീകളെക്കാൾ സാധിക്കുക പുരുഷന്മാർക്കാണ്. അധികം വരുന്ന സ്ത്രീകളോട് പുറം നാടുകളിൽ നിന്ന് ഭർത്താക്കന്മാരെ കണ്ടെത്തുവാൻ പറയുന്നത് തീരെ പ്രായോഗികമല്ല. പുരുഷന്മാരുടെ സ്ഥിതി അതല്ല. തങ്ങൾ ജീവിക്കുന്ന പ്രദേശത്ത് സ്ത്രീകൾ കുറവാണെങ്കിൽ അവർക്ക് അന്യനാടുകളിൽ നിന്ന് ഇണകളെ കണ്ടെത്തുക അത്ര തന്നെ പ്രയാസകരമാവുകയില്ല. സാധാരണഗതിയിൽ ഇത്തരമൊരവസ്ഥ ഉണ്ടാവുകയില്ലെങ്കിലും അഥവാ ഉണ്ടായാൽ അതിനുള്ള പരിഹാരവുമുണ്ട് എന്നതാണ് വാസ്തവം. ബഹുഭർതൃത്വം അനിവാര്യമായി തീരുന്ന യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്തതിനാലാണ് ഇസ്ലാം അത് അനുവദിക്കാത്തത് എന്നർത്ഥം. എല്ലാ അർത്ഥത്തിലും പ്രകൃതി വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമാണ് ബഹുഭർതൃത്വം എന്ന ആശയം മാർഡോക്കിന്റെ പഠനത്തെ സംബന്ധിച്ച് നട സൂചിപ്പിച്ചുവല്ലോ. 1170 സംസ്കാരങ്ങളെ പഠനവിധേയമാക്കിയപ്പോൾ അതിൽ ഒരേയൊരു നാഗരികത മാത്രമാണ് ബഹുഭർതൃത്വം അംഗീകരിച്ചതായി കണ്ടത്. അതുതന്നെ പൂർണ്ണമായ അർത്ഥത്തിലല്ലതാനും. ഇന്ത്യയിൽ ബഹുഭർതൃത്വം അനുവദിക്കപ്പെട്ടിരുന്ന സമൂഹങ്ങൾ അതിനെ കൈയൊഴിച്ചതും അത് പ്രകൃതി വിരുദ്ധമാണെന്ന് അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചത് കൊണ്ട് തന്നെയായിരിക്കണം. ഇസ്ലാം ബഹുഭർതൃത്വം അംഗീകരിക്കാതിരിക്കാനുള്ള കാരണവും മറ്റൊന്നല്ല. ഇസ്ലാം പ്രകൃതി മതമാണ്. പ്രകൃതി വിരുദ്ധവും മാനവ വിരുദ്ധവുമായ ഒരാശയവും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അധ്യായം 7. ഭാര്യമാരുടെ മനോവ്യഥകൾ. തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോഴുണ്ടാകുന്ന ആദ്യ ഭാര്യയുടെ വൈകാരിക പ്രയാസങ്ങൾക്കുള്ള പരിഹാരം എന്ത് എന്ന ചോദ്യം പ്രസക്തമാണ്. ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടുന്ന തന്റെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീയും കൂടി പങ്കുവെക്കുമെന്നുള്ള അറിവ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായി പ്രയാസമുണ്ടാക്കുന്നത് തന്നെയാണ്. ഈ രംഗത്തുള്ള പെണ്ണിന്റെ സ്വാർത്ഥത അവളുടെ അസ്തിത്വത്തിന്റെ ഭാഗം തന്നെയാണ്. നശീകരണാത്മകമായ തലത്തിലുള്ള സ്വാർത്ഥതയല്ല ഇത്.
പൊസസീവ്നെസ് എന്ന് പറയാം. തന്റേത് മാത്രമാകണമെന്ന വിചാരം എന്നർത്ഥം. ആ പൊസസീവ്നെസ് നിലനിൽക്കേണ്ടത് അവളുടെ ലൈംഗിക ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും ആവശ്യം തന്നെയാണ്. ഇണയ്ക്ക് മുമ്പിൽ അവൾക്ക് സ്നേഹം ചൊരിയാൻ കഴിയണമെങ്കിലും നിസ്വാർത്ഥമായി അവൾക്ക് അവളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ കഴിയണമെങ്കിലും ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രംഗത്ത് അവളുടെ പൂർണ്ണമായ ആ സമർപ്പണത്തിന് വേണ്ടിയുമെല്ലാം തന്നെ ഈ ഒരടിസ്ഥാനപരമായ സ്വാർത്ഥതയുണ്ടാവണം. ഇത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തന്റെ ഇണ പങ്കുവെക്കപ്പെടുന്നുവെന്ന അറിവ് സ്വാഭാവികമായും അവൾക്ക് വൈകാരികമായ പ്രയാസമുണ്ടാക്കാം. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മതം തുണയാകുന്നത് അവിടെയാണ്. മതത്തിന്റെ നിർദ്ദേശങ്ങൾ അവിടെയാണ് അവൾക്ക് സമാധാനമാകേണ്ടത്. ഇതൊരു പരീക്ഷണമായി അവൾ കാണണം. ആ പരീക്ഷണത്തിൽ പടച്ചവൻ പറഞ്ഞതനുസരിച്ച് അവൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അവൾക്ക് ഇഹലോകത്തും പരലോകത്തും അതിനുള്ള പ്രതിഫലം നൽകപ്പെടുന്നതാണ്. അവൾ പടച്ചവന്റെ ഒരു കൽപ്പന അനുസരിക്കുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവാം, പ്രയാസങ്ങൾ ഉണ്ടാവാം. ആ സമയത്ത് അവൾ ഏത് രൂപത്തിൽ ക്ഷമിക്കണമോ അതേ രൂപത്തിൽ ഈ രംഗത്തും ക്ഷമിക്കുവാൻ അവൾക്ക് കഴിയണം. ക്ഷമ പ്രതിഫലദായകമാണെന്ന പാഠം അവൾക്ക് ആശ്വാസം നൽകും. ഇവിടെ മതത്തിന് അതിൻ്റെതായ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഒന്നിലധികം ഇണകളുള്ള പുരുഷന്മാരുടെ ഭാര്യമാരായ സ്ത്രീകൾക്കുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുണ്ട്. നിയമത്തിന്റെ രീതിയിൽ ഈ വൈകാരിക പ്രയാസത്തെ പരിഹരിക്കാൻ കഴിയുമോ? പരിഹരിക്കാൻ സാധ്യമല്ല. നിയമം സംസാരിക്കുന്നത് നീതിയുമായി ബന്ധപ്പെട്ടാണ്. പെണ്ണിനെതിരിൽ എന്തെങ്കിലും അനീതി ഉണ്ടാകുന്നുവെങ്കിൽ നിയമത്തിന് പരിഹരിക്കാൻ കഴിയും. പെണ്ണിനെതിരിൽ ഒരു അക്രമം ഉണ്ടാകുന്നുവെങ്കിൽ നിയമത്തിന് അവൾക്കായി സംസാരിക്കാൻ കഴിയും. പെണ്ണിനെ ഏതെങ്കിലും രൂപത്തിൽ അവഗണിക്കുന്നുവെങ്കിൽ നിയമത്തിന് അതില്ലാതെയാക്കുവാൻ കഴിയും. എന്നാൽ ഇവിടെ പെണ്ണിന് മാനസികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നിയമം മൂലം പരിഹരിക്കാൻ കഴിയുന്നതല്ല. അതൊരു വൈകാരിക പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ധാർമ്മികമായ മതത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവിടെ പരിഹാരം നിർദ്ദേശിക്കുവാനേ സാധിക്കൂ. അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. നല്ല ഒരു മുസ്ലിം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടുമ്പോൾ അതുവഴിയുണ്ടാകുന്ന ഇണയുടെ പ്രയാസങ്ങളിൽ കൂടി താങ്ങായി തീരാൻ അയാൾക്ക് കഴിയും. സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്ക് വഴി ഇത്തരം പ്രയാസങ്ങൾ കൂടി പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെയും അതേപോലെ പിൻകാല മുസ്ലിങ്ങളുടെയും എല്ലാം സംഭവങ്ങളും ജീവചരിത്രവും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തന്റെ മകളുടെ ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു എന്ന ചരിത്ര സംഭവത്തിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുഭാര്യത്വം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്നും പ്രത്യേകിച്ച് ഭാര്യാപിതാക്കന്മാർക്ക് അങ്ങനെ തടയാൻ അവകാശവും അവസരവുമുണ്ടെന്നുമെല്ലാമുള്ള വാദം ചിലർ ഉന്നയിക്കാറുണ്ട്. അടിസ്ഥാനരഹിതമാണ് ഈ വാദം. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരു വിവാഹത്തിൽ നിന്ന് തടഞ്ഞുവെന്നത് അതേ ഹദീസിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു വിവാഹത്തിന് തുനിഞ്ഞതിനെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞത്. മറിച്ച് വിവാഹാലോചന നടന്നത് അന്നത്തെ മുശ്രിക്കുകളുടെ നേതാവായ അബൂജഹലിന്റെ മകളുമായിട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതന്റെ മകളും അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളും ഒരേ പുരുഷന്റെ കീഴിൽ യോജിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഇസ്ലാമിന്റെ ശത്രുവിന്റെ മകൾ, രണ്ടുപേരും ഒരു ഭർത്താവിന്റെ ഭാര്യമായി വരുന്നത് ഭൂഷണമല്ലെന്നും അത് അനുവദിക്കേണ്ടതില്ലെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയായിരുന്നു. അതല്ലാതെ താൻ തന്നെ സ്വയം ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടുകയും അനുയായികളെ ഒന്നും അതിൽ നിന്ന് തടയാതിരിക്കുകയും ചെയ്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളുടെ കാര്യം വന്നപ്പോൾ മാത്രം സ്വാർത്ഥത കാണിച്ചുവെന്ന് ആ ജീവിതത്തെക്കുറിച്ച് സത്യസന്ധമായി പഠിച്ചവരൊന്നും തന്നെ പറയുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ നേരിട്ട് പഠിച്ചവരാണ് സ്വഹാബിമാർ. ആ സ്വഹാബിമാർ ആരെങ്കിലും ഈ തലം വെച്ചുകൊണ്ട് തങ്ങളുടെ മക്കളുടെ ഭർത്താക്കന്മാരെ അവരുടെ രണ്ടാം വിവാഹത്തിൽ നിന്ന് തടഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. വളരെ വ്യക്തമാണ് കാര്യം. സ്വഹാബിമാരും തന്നെ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം വിവാഹത്തിൽ നിന്ന് തടഞ്ഞതിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കിയില്ലെന്നർത്ഥം. സ്വഹാബികൾ മാത്രമല്ല, താബികളും പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച 3 തലമുറകളും ഈ സംഭവത്തിൽ നിന്ന് തങ്ങളുടെ മരുമക്കളെ രണ്ടാം വിവാഹത്തിൽ നിന്ന് തടയാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ച 1-ാമത്തെ തലമുറ
അതിന്റെ അടുത്തത് രണ്ടാമത്തേത്, അവരിൽ നിന്ന് പഠിച്ചവർ മൂന്നാമത്തേത്. ഈ 3 തലമുറകളെ കുറിച്ചാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ തലമുറയാണ് ഏറ്റവും നല്ല തലമുറയെന്നും അതിനുശേഷം വരുന്ന തലമുറയെന്നും അതിനുശേഷം വരുന്ന തലമുറയെന്നും പ്രത്യേകമായ അംഗീകാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തലമുറകളൊന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന്റെ കാര്യത്തിൽ തങ്ങളുടെ പെൺമക്കളുടെ ഭർത്താക്കന്മാർ മറ്റൊരു വിവാഹം ചെയ്യുന്നത് തടഞ്ഞതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. അതിനർത്ഥം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ചവർ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. എന്താണ് തടഞ്ഞതിന് കാരണമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് പിന്നീട് ഒരു വിശദീകരണത്തിന്റെ ആവശ്യവുമില്ല. അധ്യായം 8. ഇന്ത്യൻ നിയമത്തിൽ മാറ്റം വേണമോ? ബഹുഭാര്യത്വം പ്രാകൃതമല്ല, മാനവികമാണ്. അത് ഇസ്ലാം അനുവദിച്ചതാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വരച്ചു കാണിക്കുന്ന ധാർമ്മിക ജീവിതം നയിക്കാൻ സദാചാരത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തിൽ ചിലർക്കെങ്കിലും ബഹുഭാര്യത്വം അനിവാര്യമായി തീരും. പ്രകൃതി വിരുദ്ധമായ വിവാഹേതര രതിയെ അംഗീകരിക്കാത്തിടത്തോളം കാലം ഒരു സമൂഹത്തിലും ബഹുഭാര്യത്വത്തെ നിയമം മൂലം നിരോധിക്കാൻ സാധ്യമല്ല. ഈ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഇന്ത്യയിലെ നിലവിലുള്ള മുസ്ലിം വ്യക്തി നിയമം വ്യക്തിപരമായ വിഷയങ്ങളിൽ അഥവാ വിവാഹം, വിവാഹമോചനം, വഖഫ്, അനന്തരാവകാശം എന്നീ വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം നൽകുന്നുണ്ട്. ഈ അവകാശം നിലനിർത്തേണ്ടതുണ്ടോ എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിക്കാറുള്ളത്. മുസ്ലിം വ്യക്തി നിയമത്തിന് പകരം ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന വാദത്തിന് ഉപോത്ബലകമായാണ് ബഹുഭാര്യത്വം മൂലം കഷ്ടപ്പെടുന്ന മുസ്ലിം പെണ്ണുങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് വരാറുള്ളത്. ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ. അങ്ങനെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അടിസ്ഥാനപരമായ അവകാശമാണ് അവരുടെ വ്യക്തി നിയമം അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം. ഇത് ആരുടെയെങ്കിലും ഔദാര്യമായി കിട്ടിയതല്ല, മറിച്ച് ഈ രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന നിലയ്ക്ക്, ഈ രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിലെ പങ്കാളികളെന്ന നിലയ്ക്ക് ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. ആ അനുവാദം എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തു കളയുവാൻ അനുവദിക്കണമോ എന്നതാണ് വിഷയത്തിന്റെ മർമ്മം. സ്വാഭാവികമായും നിയമത്തിന് അതിൻ്റെതായ രീതിയുണ്ട്. നിയമത്തെ ദുർവിനിയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ആ ആളുകളെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്. പക്ഷേ അത് മറ്റൊരാളുടെ അവകാശത്തെ ഹനിച്ചുകൊണ്ടായിക്കൂടാ. ഒരാൾ ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടുകയും ആദ്യ ഭാര്യയെ പരിഗണിക്കാതെ അവൾക്ക് ആവശ്യമായ അവകാശങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. അതിനെന്ത് പരിഹാരമുണ്ടെന്ന് ആലോചിക്കണം. അതിന് നിയമം മൂലമാണോ, ബോധവൽക്കരണം വഴിയാണോ, അതല്ല സാമൂഹ്യമായ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ പരിഹാരം കാണേണ്ടത് എന്ന് ആലോചിക്കേണ്ടതാണ്. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ധാർമ്മിക ജീവിതം നയിക്കുന്നതിന് വേണ്ടി അനിവാര്യമായ അവസരത്തിൽ ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടാനുള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതിന് മേൽ നിയമം കാരണമായി കൂടാ. ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച മതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഷേധിക്കാൻ കഴിയുമോ? അത് പാടില്ലെന്ന് വ്യക്തം. ബഹുഭാര്യത്വം നിരോധിക്കണമെന്നാണ് ഇസ്ലാം വിരുദ്ധർക്ക് പറയാനുള്ളത്. പക്ഷേ ബഹുഭാര്യത്വം നിരോധിക്കണം, ബഹുഭാര്യത്വം പാടില്ല, ബഹുഭാര്യത്തിന് ഇന്നിന്ന പ്രശ്നങ്ങളുണ്ട് എന്നെല്ലാം പറയുന്നവരോട് പുരുഷന് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന കാര്യത്തിലും ഇത്തരം നിയമങ്ങൾ വേണമെന്ന് നിങ്ങൾ വാദിക്കുമോ എന്ന് ചോദിച്ചു നോക്കുക. ഉത്തരമില്ലാത്ത ഉരുണ്ടുകളി മാത്രമേ അവരിൽ നിന്നുണ്ടാവൂ. ഇന്ത്യയിൽ ഒരു നിയമവും വ്യഭിചാരത്തിന് തടസ്സം നിൽക്കുന്നില്ല. അതിന് ആർക്കും യാതൊരു പ്രശ്നവുമില്ല. ഇന്ത്യയിൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടാവുകയാണെങ്കിൽ പ്രശ്നമാണ്. എന്നാൽ ഭാര്യയുണ്ടായിരിക്കെ അയാൾ മറ്റൊരു സ്ത്രീയുമായി ശാരീരികമായി ബന്ധപ്പെട്ടാലോ, ആ ബന്ധം തെളിയിച്ചാൽ വേണമെങ്കിൽ ഭാര്യയ്ക്ക് വിവാഹമോചനത്തിന് അവകാശമുണ്ടെന്നതൊഴിച്ച് ആ ബന്ധം പാടില്ല എന്ന് വിധിക്കാൻ, ആ ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും ശിക്ഷ വിധിക്കാൻ ഇന്ത്യയിൽ യാതൊരു മാർഗവുമില്ല. അതേസമയം അത് നിയമപരമാകുമ്പോഴാണ്, അതായത് വിവാഹത്തിലൂടെയാകുമ്പോഴാണ് പ്രശ്നം. ഒരാൾക്ക് 10 20 സ്ത്രീകളുമായി ബന്ധപ്പെടാം. പക്ഷേ രണ്ടാമതൊരു ഭാര്യയായാൽ കുഴപ്പമായി. 10 20 സ്ത്രീകളുമായി തന്റെ ഭർത്താവ് ബന്ധപ്പെടുമ്പോൾ ഭാര്യയ്ക്ക് അതിനെതിരെ കേസ് കൊടുക്കാൻ വല്ല വകുപ്പുമുണ്ടോ? വകുപ്പില്ല. അയാൾക്ക് എന്തുമാകാം. ഭാര്യയ്ക്ക് വിവാഹമോചനം ആവശ്യപ്പെടാം. അങ്ങനെ അവൾക്ക് കിട്ടുന്ന ജീവിത വിഭവങ്ങൾ കൂടി ഇല്ലാതെയാകുന്ന അവസ്ഥ സംജാതമാകാം. ഇതല്ലാതെ അതിനെതിരിൽ നിയമപരമായി നടപടിയെടുക്കാൻ ഇന്ത്യയിൽ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ, നിയമങ്ങളുണ്ടോ? ഇല്ല. അതേസമയം ബന്ധം നിയമപരമായ വിവാഹത്തിലൂടെയാകുമ്പോൾ കുഴപ്പമായി.
ഇസ്ലാം അനുവദിച്ച ബഹുഭാര്യത്വത്തിൽ പുരുഷൻ വിവാഹം ചെയ്യുന്ന സ്ത്രീകൾക്കെല്ലാം നിയമപരമായ അവകാശങ്ങളുണ്ട്. അവൾക്ക് അടിസ്ഥാനപരമായ അവകാശങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ കോടതിയിൽ പോകാനുള്ള അധികാരമുണ്ട്. പെണ്ണിന്റെ ഏതൊരവകാശമാണെങ്കിലും അത് ജീവിത വിഭവങ്ങളുടെ കാര്യത്തിലും നീതിയോടുകൂടി വർത്തിക്കുക എന്നുള്ള കാര്യത്തിലുമെല്ലാം അവഗണിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അതിനെതിരെ കോടതിയെ സമീപിക്കാൻ ഇസ്ലാം അവൾക്ക് അനുവാദം നൽകുന്നുണ്ട്. ഇസ്ലാം വിമർശകർ പകരം നിർദ്ദേശിക്കുന്ന സ്വതന്ത്ര രീതിയിൽ ഇത്തരം അവകാശങ്ങളൊന്നും അനുവദിക്കപ്പെടുന്നില്ല. അവൾ ഒരു കേവലം സുഖഭോഗ വസ്തു മാത്രമാണ്. അവിടെ സ്ത്രീത്വമാണ് അവിടെ അപമാനിക്കപ്പെടുന്നത്. അതിനെതിരെയൊന്നും ഉരിയാടാൻ പെൺവാദികൾക്കൊന്നും തന്നെ നട്ടല്ലുമില്ല. ഏക സിവിൽ കോഡ് വിവാദങ്ങൾ യഥാർത്ഥത്തിൽ നിയമത്തിനോടോ മുസ്ലിം സമുദായത്തിനോടോ ഉള്ള മമതയിൽ നിന്നുണ്ടായതല്ല. സമൂഹത്തെ വളരെ മെല്ലെ ധാർമ്മികമായ ചട്ടക്കൂടുകളിൽ നിന്നകറ്റി സ്വതന്ത്ര രതിയുടെ പ്രദേശമാക്കി ഇന്ത്യയെ മാറ്റുവാൻ വേണ്ടിയുള്ള കരുതിക്കൂട്ടിയ ഗൂഢാലോചനകളുടെ ഭാഗമാണിത്. ബഹുഭാര്യത്വം നിയന്ത്രിക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ബില്ലിൽ ബഹുഭാര്യത്വത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഉണ്ടാവേണ്ട കുറെ നിബന്ധനകളെ കുറിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും വൈയക്തികമായ പ്രശ്നങ്ങളാണ് ബഹുഭാര്യത്വത്തിന് നിമിത്തമായി വരുന്നത്. അതിന് നിബന്ധനകൾ നിർദ്ദേശിക്കുമ്പോൾ മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. ലൈംഗികത അടിസ്ഥാനപരമായ ചോദനയാണ്. ആ ചോദനയുടെ പൂർത്തീകരണം എന്നുള്ളത് അവന്റെ അടിസ്ഥാന ആവശ്യമാണ്. അതിന് നിയതമായ മാർഗങ്ങൾ ഉണ്ടാവണം എന്നതാണ് ഇസ്ലാമിക നിയമങ്ങളുടെ താല്പര്യം. തന്റെ മതമനുസരിച്ച് ജീവിക്കുവാൻ ഓരോ ഇന്ത്യക്കാരനും അവകാശമുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതമെന്നാൽ ജീവിതത്തെ പ്രകാശമാനമാക്കുന്ന ദൈവിക വിധിവിലക്കുകളുടെ പ്രയോഗമാണ്. അവ പ്രയോഗവൽക്കരിക്കുവാൻ ഇന്ത്യൻ മുസ്ലിമിന് അവകാശമുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കാൻ ഒരു ജനാധിപത്യ സമ്പ്രദായം സന്നദ്ധമാവുക എന്ന് പറഞ്ഞാൽ അതിന് ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടുന്നുവെന്നാണ് അർത്ഥം. മറ്റുള്ള മതസമൂഹങ്ങൾക്ക് ഇതേ പ്രശ്നങ്ങളില്ലേ എന്ന് ചോദിക്കാവുന്നതാണ്. മറ്റുള്ള മതസമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദാര ലൈംഗികതയുടെ തലത്തിലേക്ക് പോകുന്നതിൽ നിന്ന് അവരെ തടയുന്ന ഇസ്ലാമിലേതുപോലെയുള്ള ശക്തമായ വിലക്കുകളില്ലായിരിക്കാം. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നതായിരിക്കും അടുത്ത ചോദ്യം. ഇല്ലായിരിക്കാം. പക്ഷേ അവർക്ക് സ്വതന്ത്ര ലൈംഗികത ആസ്വദിക്കുവാൻ ഇന്ത്യയിൽ അനുവാദമുണ്ട്. എന്നാൽ മുസ്ലിമിന് ഒരു കാരണവശാലും അത് പറ്റുകയില്ല. മുസ്ലിങ്ങളെ മതേതരവൽക്കരിച്ച് ഇവർ പറയുന്ന ഉദാര ലൈംഗികതയുടെ വക്താക്കളാക്കുകയാണ് ഈ ഉദ്യമങ്ങളുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം. ഉദാര ലൈംഗികതയുടെ വക്താക്കൾ പറയുന്ന രൂപത്തിലുള്ള ധാർമ്മികത നടപ്പിലാക്കിയ പ്രദേശങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ചൈനയാണെങ്കിലും റഷ്യയാണെങ്കിലും എല്ലാം ദീർഘകാലത്തെ മതേതരവൽക്കരണത്തിലൂടെ എവിടെ എത്തി എന്ന് നാം കണ്ടതാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങോട്ട് മുസ്ലിങ്ങളെ കൂടെ കൊണ്ടുപോകണമോ എന്നതാണ് പ്രശ്നം. ബുദ്ധിജീവികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകളുടെ കണ്ണുനീരാണ് അവരെ ഏക സിവിൽ കോഡിന് വേണ്ടി വാദിപ്പിക്കുന്നതിന് പിന്നിലുള്ള പ്രശ്നമെന്നാണ് പറയുന്നത്. അവരുടെ സ്ത്രീ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ മതവൽക്കരണത്തിനാണ് അവർ ശ്രമിക്കേണ്ടത്. മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുസ്ലിം സമൂഹത്തിന്റെ തന്നെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള മതവൽക്കരണമാണ് ആവശ്യം. മതപരമായ ബോധവൽക്കരണമാണ് ആവശ്യം. മുസ്ലിം സമൂഹത്തിലെ ഒരു പ്രശ്നമായിരുന്നു തലാഖ്. പക്ഷേ കേരള മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മതപരമായി കൂടുതൽ ബോധം നേടിയപ്പോൾ വിവാഹമോചനത്തിന്റെ തോത് സമുദായത്തിൽ ഗണ്യമായി കുറഞ്ഞു. മതവൽക്കരണമാണ് അവിടെ നടന്നത്. അത് നാം മനസ്സിലാക്കണം. മതനിഷേധത്തിനപ്പുറത്ത് മതപരമായ വിഷയങ്ങൾ കൃത്യമായി പഠിക്കുവാനും മതമനുസരിച്ചുള്ള ബോധനം നേടുവാനും സാധിക്കണം. അപ്പോൾ ഈ രംഗത്തെല്ലാമുള്ള ചൂഷണങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും. മുസ്ലിം സമുദായത്തിലെ പ്രശ്നങ്ങളിൽ കണ്ണുനീരുമായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിലുള്ള സ്ത്രീ പ്രശ്നത്തിൽ അവർക്കൊന്നും ചെയ്യാനില്ല. സ്ത്രീധനത്തെ പോലെയുള്ള പ്രശ്നങ്ങളിൽ അവരെന്തു ചെയ്തു? സ്ത്രീധനം നിയമം മൂലം നിരോധിക്കപ്പെട്ട നാടാണ് ഇന്ത്യ. ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധമായ, സ്ത്രീകളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന ഇക്കാര്യം പക്ഷേ നിയമം മൂലം നിരോധിക്കപ്പെട്ട നാട്ടിൽ നിർലോഭം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ യാതൊരു കുഴപ്പവും ആരും കാണുന്നില്ല. അതിനെതിരെ എന്തെങ്കിലും ശക്തമായ കാൽവെപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ മതസംഘടനകളാണ്. അവരോടൊപ്പം നിൽക്കാൻ ഈ സ്ത്രീ സ്നേഹികൾ സന്നദ്ധമാകുമോ? നിയമം എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് നിയമം അനുസരിച്ച് ജീവിക്കുന്നവനെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി എന്നാകരുത് ഉത്തരം. നിയമം അതനുസരിച്ച് ജീവിക്കുന്നവന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ്.
പൗരന്മാരിൽ പലരും നിയമമനുസരിച്ച് ജീവിക്കുന്നില്ല എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം. അല്ലാതെ ബഹുഭാര്യത്വത്തിനുള്ള അനുവാദമല്ല. പൗരബോധമുള്ളവരാക്കി ഭാരതീയരെ മാറ്റി തീർക്കുന്നതിനും നിയമലംഘനത്തിൽ നിന്ന് അവരെ അകറ്റി നിർത്തുന്നതിനും വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമമാണ് വേണ്ടത്. അതല്ലാതെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള മൗലികാവകാശത്തിനെതിരെയുള്ള ചന്ദ്രഹാസമല്ല. ധാർമ്മിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയുള്ളതാകരുത് നിയമങ്ങൾ. ഭാരതീയ സമൂഹത്തെ ലൈംഗിക ഉദാരീകരണത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളിൽ നിന്ന് മാറി നിൽക്കുവാൻ മുസ്ലിങ്ങളെ അനുവദിക്കണം. അത് അവരുടെ മതപരമായ അനിവാര്യതയാണ്, ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശവും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇസ്ലാമിലെ ബഹുഭാര്യത്വം ഓഡിയോ ബുക്ക്. രചന MM അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ഖുർആൻ പാരായണം അശൈഖ് മിഷാരി റാഷിദ് അൽ അഫാസി. പ്രസിദ്ധീകരണം ദഅവ ബുക്സ്, കൊച്ചി. ഇസ്ലാമിലെ ബഹുഭാര്യത്വം ഓഡിയോ ബുക്ക് ഇവിടെ പൂർണ്ണമാകുന്നു.